ത്തിലേക്ക് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ഡാലസ് ഫോർട്ട് വർത്തിൽ നിന്നും, ഒക്ലഹോമയിൽ നിന്നും, അമേരിക്കയുടെ പല ഭാഗങ്ങളിൽ നിന്നും, ഇന്ത്യയിൽ നിന്നൊക്കെ ജോയിൻ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഓർത്ത് ദൈവത്തെ വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. ഞാൻ നേരത്തെ പ്രാർത്ഥിക്കാൻ പറഞ്ഞതുപോലെ ഇന്ന് നമ്മുടെ വർഷിപ്പ് ലീഡ് ചെയ്യുന്നത് പ്രിയ ജോഷ് ആൻഡ്രൂസ് ആകുന്നു. ജോഷ് ആൻഡ്രൂസിന് നമുക്ക് പരിചയമുണ്ട്. ചില വർഷങ്ങൾ മുമ്പ് താൻ CFNയിലെ സ്റ്റുഡന്റ് ആയിരുന്ന സമയം തൊട്ട് നമുക്കറിയാം. അതിനുശേഷം തന്നെ ഇന്റേൺഷിപ്പ് നമ്മോട് ചേർന്ന് ഒരു വർഷം ചെയ്യുവാനിടയായി തീർന്നു. അതിനുശേഷം താൻ മടങ്ങി മസ്കറ്റിലേക്ക് കടന്നുപോയി. ഇന്നത്തെ പിതാവിനോട് ചേർന്ന് അവിടുത്തെ മിനിസ്ട്രിയൊക്കെ താന് നേതൃത്വം നൽകുന്നു. അതോർത്ത് ദൈവത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ഇപ്പോഴും താൻ ഇവിടുന്ന് പോയെങ്കിലും നമ്മുടെ യുവജനങ്ങളുമായിട്ടൊക്കെ നമ്മുടെ വർഷിപ്പ് ടീമുമായിട്ടൊക്കെ നല്ല കോൺടാക്റ്റും റിലേഷൻഷിപ്സ് ഒക്കെ കീപ് ചെയ്യുന്നു. അതോർത്ത് ദൈവത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. കർത്താവിന്റെ ദാസനെ പിന്നെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനെ തുടർന്ന് ദൈവജനം സംസാരിക്കുന്നത് പാസ്റ്റർ പ്രിൻസ് തോമസ്. പ്രിൻസ് തോമസിനെ ഞാൻ കൂടുതൽ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. പ്രത്യേകിച്ച് കഴിഞ്ഞ ഈ 2-3-4 വർഷങ്ങളായിട്ട് കർത്താവിന്റെ ദാസനെ ദൈവം ശക്തമായി കേരളത്തിലും അമേരിക്കയിലും ഗൾഫിലും ഒക്കെ, പ്രത്യേകിച്ച് ഈ ഒരു വർഷം കോവിഡിന്റെ മധ്യത്തിൽ കർത്താവിന്റെ ദാസനെ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. പവർ വിഷനിൽ കൂടെയും ഹല്ലേലൂയ വിവിധ മാധ്യമങ്ങളിൽ കൂടെയൊക്കെ ദൈവദാസൻ ദൈവവചനം പ്രസംഗിക്കുന്നു. നമ്മുടെ മധ്യത്തിലും വരുവാൻ ഒരു സാവകാശം കർത്താവ് നൽകി. 2020 താന് അമേരിക്കയിൽ സന്ദർശിക്കുമ്പോൾ നമ്മുടെ കൂടെ വരാമെന്ന് താൻ എന്നോട് പറഞ്ഞായിരുന്നു. നിശ്ചയമായും ഡാലസിൽ വരും, നിങ്ങളുടെ ഒരു വീക്കെൻഡ് കാണുമെന്നൊക്കെ എന്നോട് പറഞ്ഞു. എന്നാൽ കോവിഡ് നിമിത്തം അതൊന്നും സാധിച്ചില്ല. എങ്കിലും സൂമിൽ കൂടെ ഇപ്രകാരം നമ്മുടെ ഉപവാസ പ്രാർത്ഥനയിൽ കടന്നു വരുവാൻ കർത്താവിന്റെ ദാസൻ സന്മനസ് കാണിച്ചു. അതോർത്ത് ദൈവത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ഇന്ന് രാത്രി നമുക്ക് വളരെ പ്രതീക്ഷയോടെ ദൈവസ്ഥലായിരിക്കാം. കർത്താവ് നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവനാമം എല്ലാ രീതിയിലും മഹത്വം കൊടുക്കുവാൻ ഇടയാക്കട്ടെ. ഒരിക്കൽ കൂടെ എല്ലാ പ്രിയപ്പെട്ടവരെയും യേശുവിന്റെ നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥനയോടെ ദൈവസ്ഥലായിരിക്കാം. ജോഷ് ആൻഡ്രൂസ് ഈസ് ഗോയിങ് ടു ലീഡ് us in a time of worship. താൻ നമ്മെ ഗാനങ്ങൾ പാടുമ്പോൾ നമുക്ക് ഒരുമിച്ച് ചേർന്ന് ആ ഗാനങ്ങൾ ചേർന്ന് ദൈവത്തെ ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യാം. Hello, Metro Church family. Good evening to each one of y'all, and I hope you guys had an amazing day. And I'm so honored and glad to be with each of y'all, to be a part of your fasting prayer, even though I'm in Oman right now. And it's been a long time, I think, since we were able to worship together. And even though I've been a part of all your services, many of your services online, I watch, I stay connected with most of the guys, the team there. And it's such a joy for me to be a part of y'all today. And I want to thank the team. I want to thank Pastor for inviting me, for having me. And it is a joy, it is an honor. And I miss each one of y'all. I miss worshiping with y'all. And I know one day we will be able to worship together. And I pray that, even today as we're worshiping, I pray you would experience the presence of God, and I pray that you would be able to worship Him and give Him all the glory because He is good. Amen. We have a saying that we say here all the time, and I think we know it. We say, God is good, and all the time, my God is good. Amen. So wherever you're at, I want to encourage y'all, let's worship Him together because He is good. He is always good. Amen. We worship you, Lord. എന്തു ഞാൻ പകരം നൽകും, നീ കരുതും കരുതലിനായി യേശുവേ, നീ ഓർത്തതിനാൽ എന്നെ നീ മാനിച്ചതിനാൽ എന്തു ഞാൻ പകരം നൽകും, നീ കരുതും കരുതലിനായി യേശുവേ, നീ ഓർത്തതിനാൽ എന്നെ നീ മാനിച്ചതിനാൽ എൻ രക്ഷയായ ദൈവം, എൻ ഉയർച്ചയായ ദൈവം, നിൻ സൗമ്യത എന്നെ വലിയവനാക്കി. എൻ രക്ഷയായ ദൈവം, എൻ ഉയർച്ചയായ ദൈവം, നിൻ സൗമ്യത എന്നെ വലിയവനാക്കി. സർവഭൂമിക്കും രാജാവും നീ, ഇസ്രായേലിൻ
പരിശുദ്ധൻ നീ, എന്നെ വീണ്ടെടുത്തോനും നീയേ. നിന്റെ പ്രവർത്തികൾ അതിശയമേ, സർവഭൂമിക്കും രാജാവു നീ, ഇസ്രായേലിൻ പരിശുദ്ധൻ നീ, എന്നെ വീണ്ടെടുത്തോനും നീയേ. നിന്റെ പ്രവർത്തികൾ അതിശയമേ, എന്നെ മാനിക്കുന്ന ദൈവം, എന്നെ വഴി നടത്തും ദൈവം, നിന്റെ ശ്രേഷ്ഠത എന്നെ ഉന്നതനാക്കി. എന്നെ മാനിക്കുന്ന ദൈവം, എന്നെ വഴി നടത്തും ദൈവം, നിന്റെ ശ്രേഷ്ഠത എന്നെ ഉന്നതനാക്കി. എൻ രക്ഷയായ ദൈവം, എൻ രക്ഷയായ ദൈവം, എൻ ഉയർച്ചയായ ദൈവം, നിൻ സൗമ്യത എന്നെ വലിയവനാക്കി. എന്നെ മാനിക്കുന്ന ദൈവം, എന്നെ വഴി നടത്തും ദൈവം, നിന്റെ ശ്രേഷ്ഠത എന്നെ ഉന്നതനാക്കി. യോഗ്യനേശുവേ, 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 നീ നല്ലവൻ, നീ വല്ലഭൻ. യോഗ്യനേശുവേ, യോഗ്യനേശുവേ, നീ നല്ലവൻ, നീ വല്ലഭൻ. ഓ യോഗ്യനേശുവേ, യോഗ്യനേശുവേ, നീ നല്ലവൻ, നീ വല്ലഭൻ. ഓ യോഗ്യനേശുവേ, യോഗ്യനേശുവേ, നീ നല്ലവൻ, യേശു വല്ലഭൻ. എൻ രക്ഷയായ ദൈവം, എൻ ഉയർച്ചയായ ദൈവം, നിൻ സൗമ്യത എന്നെ വലിയവനാക്കി. എന്നെ മാനിക്കുന്ന ദൈവം, എന്നെ വഴി നടത്തും ദൈവം, നിന്റെ ശ്രേഷ്ഠത എന്നെ ഉന്നതനാക്കി. എന്നെ മാനിക്കുന്ന ദൈവം, എന്നെ വഴി നടത്തും ദൈവം, നിന്റെ ശ്രേഷ്ഠത എന്നെ ഉന്നതനാക്കി. നിൻ സൗമ്യത എന്നെ വലിയവനാക്കി. നിൻ ശ്രേഷ്ഠത എന്നെ ഉന്നതനാക്കി. Friend, and you are my brother, even though you are a king. And I love you more than any other, so much more than anything. Can we sing it out together? Is you're my friend, and you are my brother, even though you are a king. I love you, Lord, and I love you more than any other, so much more than anything. You alone, and you alone are my strength, my shield. To you alone may my spirit yield.
desire, and I long to worship you. Can we sing it out? You alone. And you alone are my strength, my shield. To you alone may my spirit yield. And you alone are my heart's desire, and I long to worship you. And I long to worship you. And I long to worship you. And I put my faith in Jesus, my anchor to the ground, my hope and firm foundation. He'll never let me down. I put my faith in Jesus, my anchor to the ground, my hope and firm foundation. He'll never let me down. I put my faith in Jesus, my anchor to the ground, my hope and firm foundation. He'll never let me down. I put my faith in Jesus, my anchor to the ground, my hope and firm foundation. He'll never let me down. He'll never let me down. He is for me. He is for me. I will not fear, no matter what comes my way. उठते हुए उफानों में तू ही मेरी चट्टान, बढ़ती हुई लहरों पे तेरे कदमों के निशान, उठते हुए उफानों में तू ही मेरी चट्टान, बढ़ती हुई लहरों पे तेरे कदमों के निशान। बीमारियों में तू कहता है उठ जा यहोवा राफा, तू ही मेरी शिफा। बीमारियों में तू कहता है उठ जा यहोवा राफा, तू ही मेरी शिफा। बीते कल में तू साथ मेरे था, आज भी मेरे साथ है खड़ा, आने वाले कल में भी होगा। उठते हुए उफानों में तू ही मेरी चट्टान, बढ़ती हुई लहरों पे तेरे कदमों के निशान, उठते हुए उफानों में
ചൊല്ലുന്നേ. എൻ കർത്താവേ, നീ മാത്രമാശ്രയം. എന്റെ രക്ഷകനെ, നിന്നിൽ അഭയം ചൊല്ലുന്നേ. എൻ കർത്താവേ, നീ മാത്രമാശ്രയം. ഓ യേശു വന്നിട്ടുണ്ട് എൻ അവസ്ഥയെ മാറ്റാൻ. ഇന്നും ജീവിക്കുന്നോൻ യേശുവേ. യേശു വന്നിട്ടുണ്ട് എൻ അവസ്ഥയെ മാറ്റാൻ. ഇന്നും ജീവിക്കുന്നോൻ യേശുവേ. യേശു വന്നിട്ടുണ്ട് എൻ അവസ്ഥയെ മാറ്റാൻ. ഇന്നും ജീവിക്കുന്നോൻ യേശുവേ. എൻ രക്ഷകനെ, നിന്നിൽ അഭയം ചൊല്ലുന്നേ. എൻ കർത്താവേ, നീ മാത്രമാശ്രയം. We trust in you, Lord. എൻ രക്ഷകനെ, നിന്നിൽ അഭയം ചൊല്ലുന്നേ. എൻ കർത്താവേ, നീ മാത്രമാശ്രയം. എന്റെ രക്ഷകനെ, നിന്നിൽ അഭയം ചൊല്ലുന്നേ. എൻ കർത്താവേ, നീ മാത്രമാശ്രയം. ഓ യേശു വന്നിട്ടുണ്ട് എൻ അവസ്ഥയെ മാറ്റാൻ. ഇന്നും ജീവിക്കുന്നോൻ യേശുവേ. യേശു വന്നിട്ടുണ്ട് എൻ അവസ്ഥയെ മാറ്റാൻ. ഇന്നും ജീവിക്കുന്നോൻ യേശുവേ. യേശു വന്നിട്ടുണ്ട് എൻ അവസ്ഥയെ മാറ്റാൻ. ഇന്നും ജീവിക്കുന്നോൻ യേശുവേ. Lord, we put our trust in you. We worship you. Oh, യേശു വന്നിട്ടുണ്ട് എൻ അവസ്ഥയെ മാറ്റാൻ. ഇന്നും ജീവിക്കുന്നോൻ യേശുവേ. സമുദ്രങ്ങൾ എൻ്റെ നേരെ ഉയർന്നാലും, നടന്നിടും പെരുവെള്ളത്തിൻ മീതെ, എൻ പിതാവാം ദൈവം വാഴുന്നതാ. ഭയമില്ല എനിക്കൊന്നിലും, ഭയമില്ല ഇനിയൊന്നിലും. When the oceans rise and thunders roar, I will soar with you above the storm. Father, you are king over the flood. I will be still and know you are God. Find rest, find rest, my soul, in Christ alone. Won't you know His power? In quietness and trust, find rest, my soul, find rest, my soul, in Christ alone. Won't you know His power? In quietness and trust, 'cause when the oceans rise and thunders roar, I will soar with you above the storm. Father, you are king over the flood. I will be still
in faith. 'Cause when the oceans rise and thunders roar, I will soar with you above the storm. Father, you are King over the flood. I will be still and know you are God. 'Cause when the oceans rise and thunders roar, I will soar with you above the storm. Father, you are King over the flood. I will be still and know you are God. I will be still and know you are God. I will be still and know you are God. Amen. Praise the Lord. Hallelujah. നന്ദിയോട് സ്തോത്രങ്ങളുടെ കരങ്ങൾ ഉയർത്തി നമുക്ക് ദൈവത്തെ ഒന്ന് സ്തുതിക്കാമല്ലോ. സമുദ്രങ്ങൾ എന്റെ മീതെ കവിഞ്ഞു വന്നാലും ആമേൻ ഹല്ലേലൂയ ഭയപ്പെടാതെ ഞാൻ നിലനിൽക്കും. അവൻ എന്നോട് കൂടെ ഉണ്ടല്ലോ. കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുന്നവൻ അവൻ എന്നോട് കൂടെ ഉണ്ടല്ലോ. Praise the Lord. Hallelujah. നന്ദിയോട് സ്തോത്രം സ്തോത്രം സ്തോത്രം. ഇന്ന് രാത്രി തുടർന്നുള്ള സമയം നമുക്ക് ദൈവവചനത്തിന് ഭാഗെ കടന്നു പോകാം. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ പ്രിൻസ് തോമസ് നമ്മുടെ മധ്യത്തിലുണ്ട്. ഞാൻ ഇനി അല്പം പോലും സമയം എടുക്കുന്നില്ല. കർത്താവിന്റെ ദാസനെ തുടർന്നുള്ള സമയം ഞാൻ വിട്ടുകൊടുക്കുന്നു. പ്രാർത്ഥനയോട് നമുക്ക് ദിവസമായിരിക്കാം. ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രികാലം നമ്മുടെ ഹൃദയമായി ഇടപെടുമാറാകട്ടെ. താങ്ക് യു പാസ്റ്റർ പ്രിൻസ് ഫോർ കമ്മിങ്. ആമേൻ. കർത്താവിന്റെ ദാസൻ റാന്നിയിൽ പാർക്കുന്നു. ന്യൂ ഇന്ത്യ ചർച്ചകളോട് ചേർന്ന് പ്രവർത്തിക്കുന്നു. ആമേൻ. ഈ ദിവസങ്ങൾ ആമേൻ ക്രൈസ്തവ സമൂഹത്തിൽ പ്രത്യേകിച്ച് പെന്തക്കോസ്ത് സമൂഹത്തിൽ ദൈവം ഉപയോഗിക്കുന്ന ഒരു കർത്താവിന്റെ ദാസനാകിയാൽ ദൈവത്തെ വാഴ്ത്തുന്ന ചുരുക്കം കാലങ്ങളിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കാണുവാനും പരിചയപ്പെടുവാനും ഒരു സുഹൃത്ത് ബന്ധം ഹാലിൽ സ്ഥാപിപ്പാൻ കർത്താവ് നൽകിയ എല്ലാ മുഖാന്തരങ്ങൾക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. തുടർന്നുള്ള സമയം കർത്താവിന്റെ ദാസൻ നമ്മോട് സംസാരിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ദൈവമായ കർത്താവ് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ അനുഗ്രഹീതമായ ധന്യമായ നിമിഷങ്ങൾക്കായി കർത്താവിനെ സ്തുതിക്കുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഉപവാസ പ്രാർത്ഥനയുടെ 14ാമത്തെ രാത്രിയില് കർത്താവിന്റെ സന്നിധിയിൽ നിങ്ങളോടൊപ്പം ആയിരിക്കാൻ 2 ടൈം സോണുകളിൽ ഇരുന്നുകൊണ്ട് ദൈവത്തെ സ്തുതിപ്പാനും ദൈവ പ്രാർത്ഥനയിൽ ഐക്യപ്പെടുവാനും കർത്താവ് തന്ന ആ വലിയ അനുഗ്രഹിക്കപ്പെട്ട അനുഭവത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവിന്റെ ദാസനെ ദൈവം കുടുംബമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ തമ്മിൽ പറഞ്ഞതുപോലെ കഴിഞ്ഞ നാളുകളിൽ ഒരു കൂട്ടായ്മയിൽ ഐക്യപ്പെടുവാനും ഒരുമിച്ച് ശുശ്രൂഷിക്കുവാനും ഒക്കെ തന്ന അവസരങ്ങളെ നല്ല അനുഗ്രഹിക്കപ്പെട്ട ഓർമ്മകളായി ഇന്നും മനസ്സിലുണ്ട്. ദൈവം സഹായിക്കട്ടെ. പങ്കുചേർന്നിരിക്കുന്ന എല്ലാവർക്കുമായിട്ടും സ്തോത്രം ചെയ്യുന്നു. എനിക്ക് സന്തോഷമുണ്ട്. എൻ്റെ ഏറ്റവും അടുത്ത സഹോദരൻ നിതമോളും മോനും കുഞ്ഞുങ്ങളും ഈ സൂമിലുണ്ട്. അവര് സഭയോടുള്ള ബന്ധത്തിലാണ് അവിടെ ആയിരിക്കുന്നത്. ഞങ്ങൾ നിങ്ങളെ പ്രത്യേകം ഗ്രീറ്റ് ചെയ്യുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒപ്പം ഈ സൂമിൽ പങ്കുചേർന്നിരിക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഹൃദയംഗമായി പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, വിശ്വസ്തനായ നല്ലവനായ പിതാവേ, അവിടുത്തെ പരിശുദ്ധമായ സന്നിധിയില് ഞങ്ങൾ അടുത്തു വരുന്നു. ഞങ്ങളോട് കരുണ തോന്നുകയും ഞങ്ങളെ സഹായിക്കുകയും ചെയ്താട്ടെ. ഞങ്ങളെ ഒരുമിച്ച് അനുഗ്രഹിച്ചാട്ടെ. ഇന്ന് ഞങ്ങൾ അങ്ങയുടെ സന്നിധിയില് വചനത്തിന്റെ ചുറ്റാകെ ഒരുമിച്ചിരിക്കുന്നു. വലിയൊരു അനുഗ്രഹമായി മാറുവാൻ അങ്ങടെ ആക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ഏൽപ്പിക്കുന്നു. ദൈവദാസനെ കുടുംബമായി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഒപ്പം ഈ സൂമിൽ പങ്കുചേർന്നിരിക്കുന്ന എല്ലാ കർത്താവെ കുടുംബങ്ങൾക്കായും സഹോദരങ്ങൾക്കായും സ്തോത്രം ചെയ്യുന്നു. ഒപ്പം കർത്താവെ അടിയന്റെ അച്ഛന്റെ കുടുംബവും ഈ കുഞ്ഞുങ്ങളും ഈ സൂമിലുണ്ടല്ലോ, അവരെ ഓർത്തും സ്തോത്രം ചെയ്യുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിച്ചാട്ടെ. എല്ലാ നന്മരങ്ങളും രാത്രി ഞങ്ങൾ നിറച്ചാട്ടെ. പ്രാർത്ഥകനായി സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് പുസ്തകങ്ങളെ തുറക്കാം. ശമൂവേലിന്റെ പുസ്തകത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ശമൂവേലിന്റെ പുസ്തകത്തിലേക്ക് വളരെ ശാന്തമായി ശമൂവേലിന്റെ പുസ്തകത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ഒപ്പം എല്ലാ പ്രിയപ്പെട്ടവരും കഴിവതും പുസ്തകങ്ങളെ തുറക്കണമെന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. പുസ്തകങ്ങളോട് തുറന്നുകൊണ്ട് കർത്താവിന്റെ സന്ധിയിൽ ഇരുന്നാല് കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ പറയുന്ന ഭാഗം ഓർക്കാനായിട്ട് കഴിയും.
ശമൂവേലിന്റെ പുസ്തകം നമ്മൾ ആരംഭിക്കുന്നത് ഒരു കുടുംബത്തിന്റെ ചരിത്രത്തോടു കൂടിയാണ്. അവിടെ നാം 1-ാം അധ്യായത്തിൽ കാണുന്നുണ്ട് എബ്രഹീം മലനാട്ടിലെ അവിടെ എൽക്കാന എന്നു പേരുള്ള ഒരു പുരുഷൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്, ഒരു കുടുംബത്തിന്റെ ചരിത്രം പറഞ്ഞുകൊണ്ട് ശമൂവേലിന്റെ പുസ്തകം ആരംഭിക്കുകയാണ്. എൽക്കാനയ്ക്ക് 2 ഭാര്യമാരുണ്ടായി. ഒരുത്തിക്ക് ഹന്ന എന്നും മറ്റേ ആൾക്ക് പെരീന എന്നും പേര്. അങ്ങനെ ഇരിക്കെ അവിടെ ആ വീട്ടില് ഇവരും അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമായിരുന്നു. അവർ ശീലോവില് സൈനികരുടെ യഹോവയെ നമസ്കരിപ്പാനും അവന് യാഗം കഴിപ്പാനും വേണ്ടി പട്ടണത്തിലേക്ക് ആണ്ടുതോറും പോകുന്ന പതിവുണ്ടായിരുന്ന ഒരു കുടുംബമായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നാം കാണുന്നത് അവിടെ മക്കളില്ലാത്ത ഒരു സഹോദരി അതിനകത്തുണ്ടായിരുന്നു. അന്ന മക്കളില്ലായിരുന്നു. ആ ഒരു സിസ്റ്റേഴ്സ് തമ്മിലൊക്കെ ഉള്ള ഒരു പ്രശ്നങ്ങളൊക്കെ അവിടെ കാണുന്നു. പക്ഷെ അവിടെ നല്ലൊരു പിതാവിന്റെ ചരിത്രം പറഞ്ഞുകൊണ്ടാണ് അവിടെ ആരംഭിക്കുക. അപ്പൊ അങ്ങനെ മക്കളിലെന്നൊക്കെയുള്ള സങ്കടം അന്ന വന്ന് പറയുമ്പോൾ എൽക്കാന എന്ന് പറയുന്ന മനുഷ്യൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ നിനക്ക് 10 പുത്രന്മാരെക്കാട്ടി നല്ലവനല്ല. ഇത്ര ധന്യപ്പെട്ട ഒരു ഭർത്താവിന്റെ വാക്കുകളാണ്. സാധാരണ പൊതുവെ കേരളീയരായ നമ്മള് കേൾക്കുന്നതൊക്കെ മക്കൾ ഉണ്ടായത് കൊണ്ട് ഭർത്താവിനെ സഹിക്കുന്ന ഒത്തിരി പേര്. പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളും പറയുന്നത്, നിങ്ങൾ കുഞ്ഞുങ്ങളെയൊക്കെ ഓർത്ത് എല്ലാവരെയും അഡ്ജസ്റ്റ് ചെയ്ത് പോകണമെന്നാണ്. കുഞ്ഞുങ്ങളാണ് അഡ്ജസ്റ്റ് ചെയ്ത് മുമ്പോട്ട് പോകാൻ ഒരു കാരണമായിരിക്കുന്നത്. അതാണ് സ്വാഭാവികമായും സാധാരണ എല്ലാവരുടെയും ഒരു കാര്യം. പക്ഷെ ഇവിടെ പറയുന്നത്, കുഞ്ഞുങ്ങളില്ലെങ്കിൽ എന്ത്, ഞാൻ നിനക്ക് 10 പുത്രന്മാരെക്കാട്ടി നല്ല ഒരു ഭർത്താവ് അല്ലയോ എന്ന് ചോദിക്കത്തക്കവണ്ണമുള്ള ഒരു വലിയ മനുഷ്യൻ. ആ മനുഷ്യന്റെ വീടിനെ പറഞ്ഞുകൊണ്ടാണ് ദൈവം ആ കുടുംബത്തെ തുടങ്ങി. ശരിക്കും എപ്പോഴും ഓരോ കുടുംബങ്ങളെയും ദൈവം തെരഞ്ഞെടുക്കുമ്പോൾ അതിന് എന്തെങ്കിലുമൊക്കെ കാരണം കാണും. ഇവിടെ അകമഴിഞ്ഞ് ഭാര്യയെ സ്നേഹിക്കുക, അത് തന്നെയല്ല അവർ തമ്മിലുള്ള പ്രശ്നത്തെ വളരെ നയപരമായിട്ടാണ് അത് തീർക്കുന്നത്. തമ്മിൽ പറഞ്ഞു തീർക്കാൻ ഒക്കുന്ന ഒരു പ്രശ്നമൊന്നുമല്ല, അത് ഭയങ്കര ഈഗോയുടെ ഒരു ക്ലാഷൊക്കെയാണ്. അത് പറഞ്ഞു തീർത്തിട്ടും കാര്യമൊന്നുമില്ല. അപ്പം ഏറ്റവും നയപരമായിട്ട് ദൈവസത്തിലേക്ക് ആ വിഷയം കൊണ്ടുവരികയാണ്. എന്നിട്ടോ ആ സഹോദരി അതെല്ലാം കർത്താവിനോട് പറയുന്നു. കർത്താവിനോട് വന്ന ഹൃദയം ദൈവസന്ധി പകരുക. ചില പ്രശ്നങ്ങൾ പറഞ്ഞാൽ തീരത്തില്ല, ശാശ്വത പരിഹാരങ്ങളൊന്നുമില്ല. പക്ഷെ ആ പ്രശ്നങ്ങളെ എല്ലാം പരിഹാരം കർത്താവിന്റെ അടുക്കിലേക്ക് വരിക എന്നുള്ളതാണ്. അങ്ങനെ കർത്താവിന്റെ വന്ന് ആ സങ്കടങ്ങളൊക്കെ പകരുമ്പോൾ ദൈവം അവരുടെ ഗർഭം തുറക്കുകയാണ്. അങ്ങനെയാണ് ശമൂവേൽ ഉണ്ടായതായിട്ട് നാം കാണുന്നത്. ആ കുഞ്ഞുമായിട്ട് അവര് ദേവാലയത്തിലേക്ക് വരുന്നുവെന്നും ദേവാലയത്തിൽ വന്നിട്ട് ആ കുഞ്ഞിനെ കർത്താവിനെ ജീവപര്യന്തം അർപ്പിക്കുന്നതായിട്ടൊക്കെ നാം കാണുന്നു. ജീവപര്യന്തം ആ കുഞ്ഞിനെ കർത്താവിന് വേണ്ടി നിവേദിക്കുക. എന്നിട്ട് ആണ്ടുതോറും ഒരു അങ്കിയൊക്കെ ആയിട്ട് ഈ കുഞ്ഞിനെ കാണാൻ വേണ്ടി വരും. അത് കാണുന്ന ഒരു മനോഹരപ്പെട്ട ദൃശ്യമാണ്. ദൈവത്തിന് വേണ്ടിയൊക്കെ അർപ്പിക്കപ്പെട്ട കുഞ്ഞുങ്ങളെ ഇങ്ങനെ കർത്താവിന് കൊടുത്തിട്ട് അവർക്ക് ആണ്ടുതോറും അങ്കി തയ്ച്ചുകൊണ്ട് പോകുന്ന അമ്മമാരുടെ ചരിത്രങ്ങളൊക്കെ നമ്മൾ കാണുന്നു. ആണ്ടുതോറും അവർക്ക് അങ്കിയൊക്കെ തയ്ച്ചുകൊണ്ട് പോകുന്ന അമ്മമാർ. യേശു കർത്താവിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ അങ്കി തുന്നലില്ലാത്തതായിരുന്നുവെന്നും അതും അമ്മ കൊടുക്കപ്പെട്ട നൽകിയ അങ്കിയായിരുന്നു ഒക്കെ വിശ്വസിക്കുന്നു. അപ്പോൾ കർത്താവിന് വേണ്ടി കൊടുക്കപ്പെട്ട മക്കൾക്ക് വേണ്ടി അങ്കിയൊക്കെ തയ്ച്ചു കൊണ്ട് പോകുന്ന ധന്യപ്പെട്ട അമ്മമാരുടെ ചരിത്രവും വേദപുസ്തകത്തിലുണ്ട്. മറ്റത് ഞാൻ കണ്ടിട്ടുണ്ട്, അങ്ങനെ പോകാനായിട്ട് കർത്താവിന് വേണ്ടി പോകാൻ തീരുമാനിക്കുന്ന മക്കളെ വിലക്കുന്ന അമ്മമാരും ഉണ്ട്. പക്ഷെ ഇവിടെ ഇങ്ങനെ കർത്താവിന് വേണ്ടി പോകുന്ന മക്കൾക്ക് വേണ്ടി അങ്കി തയ്ച്ചുകൊണ്ട് കൊണ്ട കൊടുക്കുന്ന ഒരമ്മ. എല്ലാ ആണ്ടിലും ഒരിക്കൽ പോയി കാണും, പോകുമ്പോൾ ഒരു അങ്കിയൊക്കെ ആയിട്ട് പോവുകയാണ്. ഇന്നതുപോലെ ഓർക്കുന്ന ഒരു കാര്യമുണ്ട്, കർത്താവിന്റെ വേല തന്നെ ചെയ്തുകൊണ്ടിരുന്ന ഒരു എൽഡറായിട്ടുള്ള ഒരാൾ. അദ്ദേഹം ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് തന്റെ മകന് ഇങ്ങനെ എന്താ പറയുക, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി തീരുമാനിച്ചു ജോലി വിട്ടു എന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹത്തെ അവിടെ വന്ന് ക്രൂരമായി മർദ്ദിച്ച ഒരു വിശ്വാസി എല്ലുകളിൽ എൽഡറായിരുന്ന ഒരാളെ എനിക്കറിയാം. അപ്പം ഇവിടെയാണ് ഈ അമ്മയുടെയൊക്കെ പ്രത്യേകത. അമ്മ അങ്ക് തയ്ച്ചുകൊണ്ട് കുഞ്ഞിന് കൊണ്ട് കൊടുക്കുകയാണ്. സത്യത്തിൽ എന്നും
എല്ലാ മക്കളുടെ പിന്നിലും ഇങ്ങനെ അങ്കി തയ്ക്കുന്ന കുറെ അമ്മമാരുണ്ട്. അങ്കി തയ്ച്ചുകൊണ്ട് ആ കുഞ്ഞിന് കൊണ്ട് കൊടുക്കുകയാണ്. അങ്ങനെ ശമൂവേൽ വളരുന്നു. പക്ഷെ അവിടെ നമ്മൾ ഏലിയെ കാണുന്നു. ഏലി ഒരു വലിയ മനുഷ്യനായിരുന്നു. പക്ഷെ ഏലിയുടെ പതനത്തിന്റെ കാരണം മക്കളായിരുന്നു ഹൊഫ്നിയും ഫിൻഹാസും. അവരെ കുറിച്ച് അവിടെ നാം കാണുന്നു. അവര് പട്ടുപോയതായിട്ടൊക്കെ നാം കാണുകയാണ്. ഒരു ദുരാഗ്രഹികളായിട്ടൊക്കെ മാറുകയാണ്. വീണ്ടും കാലം മുമ്പോട്ട് പോകും. കാലം മുമ്പോട്ട് പോകുമ്പോൾ ന്യായാധിപന്മാർ അന്ന് ന്യായപാലനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിലത്തെ ന്യായപാലകനായിട്ട് നാം കാണുന്നത് ശമൂവേലിനെയാണ്. ശമൂവേലിന്റെ ആ വാഴ്ച അതൊരു ഷിഫ്റ്റ് ചേഞ്ചാണ്. രാജഭരണത്തിലേക്ക് പോവുകയാണ്. ആ രാജഭരണത്തിലേക്ക് കാലങ്ങൾ മാറുമ്പോൾ ഇനി ഞങ്ങൾക്കൊരു രാജാവിനെ വേണം, വി നീഡ് എ കിങ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഒരു എൽഡേഴ്സ് എല്ലാം കൂടെ വരുമ്പോ ശമൂവേൽ ഇങ്ങനെ വല്ലാതെ ഭാരപ്പെടുന്നു 8-ാം അധ്യായത്തിൽ. അപ്പൊ ശമൂവേൽ ഭാരപ്പെട്ടപ്പോ ദൈവം പറയുന്നു, നീ എന്തിനാ സഹോദര ഭാരപ്പെടുന്നത്? അവർ നിന്നെ അല്ലല്ലോ ത്യജിച്ചത്, അവരെന്നെയല്ല ത്യജിച്ചത്. നിന്നെ അല്ല അവർ ശരിക്കും ത്യജിച്ചത്, അവരെന്നെയാണ് ത്യജിച്ചത്. അതുകൊണ്ട് നീ അതിനകത്ത് പ്രത്യേകിച്ച് സങ്കടപ്പെടുകയൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അവരോട് അവർക്ക് ചോദിക്കുമ്പോൾ രാജാവിനെ കൊടുത്തേക്കാൻ പറയും. അവൻ രാജാവിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുമ്പോൾ ശൗല് വരികയാണ്. ശൗലിനെ ഇങ്ങനെ അഭിഷേകം ചെയ്തതായിട്ടൊക്കെ നാം കാണുന്നു. അവിടെ ശൗലിനെ എല്ലാം അഭിഷേകം ചെയ്തിട്ട് നമുക്ക് ആ 2 ഭാഗങ്ങൾ അവിടെ എനിക്കിങ്ങനെ ഞാൻ ഈ കഴിഞ്ഞ ദിവസമൊക്കെ ചിന്തിക്കുകയാണ്. അഭിഷേകം ചെയ്തിട്ട് ശമൂവേലും ഇങ്ങനെ പതുക്കെ തന്റെ കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു കാര്യത്തെ അവിടെ കാണുന്നു. നോക്കൂ, 1 ശമൂവേലിന്റെ പുസ്തകം 13-ാമത് അധ്യായം. 13-ാമത് അധ്യായത്തില് നമ്മൾ വരുമ്പോൾ കാണുന്നത് ശൗലിന്റെ ചരിത്രമാണ്. എന്നാൽ 12-ാം അധ്യായത്തില് രാജാവ് ഈ ശമൂവേൽ പ്രവാചകൻ പറയുന്ന ഒരു കാര്യം കണ്ടോ? ശമൂവേൽ പ്രവാചകൻ വൃദ്ധനും നരച്ചവനുമായിരുന്നു. ശാന്തമായിട്ട് നോക്കുക, വൃദ്ധനും നരച്ചവനുമായിരുന്നു. അപ്പൊ അതൊരു വാർദ്ധക്യത്തിൽ നരച്ചു പോയ ഒരു മനുഷ്യൻ. 2 തരത്തിലുള്ള നരകളുണ്ട്. ഒന്ന് പ്രായത്തിന് മുമ്പേ നരയ്ക്കുന്നവരുണ്ട്. ചേച്ചി ഈ എണ്ണക്കേടുകളും നല്ല ഫുഡൊക്കെ ഇല്ലാഞ്ഞിട്ടും അല്ലെങ്കിൽ അവരുടെ ജീവിതശൈലി രോഗങ്ങൾ കൊണ്ടും സ്ട്രെസ്ഫുൾ ലൈഫ് കൊണ്ടൊക്കെ ചെറുപ്പത്തിലെ നരച്ചു പോകുന്ന ഒത്തിരി പേരുണ്ട്. അതവർക്ക് ചിലർക്കൊക്കെ അത് വളരെ സങ്കടവുമാണ്, ചെറുപ്പത്തിലെ നരച്ചു പോകുന്ന പ്രിയപ്പെട്ടവർ. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു നരയല്ല, വൃദ്ധനുമായി വാർദ്ധക്യം കൊണ്ട് നരച്ചു പോയൊരു മനുഷ്യൻ. അതാണ് ശമൂവേൽ. ഈ ശമൂവേല് അവിടെ ദൈവസന്ധി വന്നു നിന്നിട്ട് ജനത്തെ എല്ലാം വിളിച്ചു കൂട്ടിയിട്ട് പ്രാഗൽഭ്യത്തോട് ചോദിക്കുന്ന കുറെ കാര്യങ്ങൾ കണ്ടോ? ഞാനിതാ ഇവിടെ നിൽക്കുന്നു, ഞാനൊരുത്തന്റെ കാളയെ അപഹരിച്ചിട്ടുണ്ടോ? ഞാനൊരുത്തന്റെ കഴുതയെ അപഹരിച്ചിട്ടുണ്ടോ? ഞാൻ വല്ലവനെ ചതിച്ചിട്ടുണ്ടോ? ഞാൻ വല്ലവനെ പീഡിപ്പിച്ചിട്ടുണ്ടോ? ഞാൻ വല്ലവനെയും കയ്യിൽ നിന്ന് കൈക്കൂലി വാങ്ങി എന്റെ കണ്ണ് കുരുടാക്കിയിട്ടുണ്ടോ? യഹോവയുടെ അവന്റെ അഭിഷേകത്തിന് മുമ്പാകെ എന്റെ നേരെ സാക്ഷീകരിക്കും. പ്രായമുള്ളൊരു മനുഷ്യൻ ജനത്തെ മുഴുവൻ വിളിച്ചു കൂട്ടി ചോദിക്കുകയാണ്. അത്രയും നാൾ തന്റെ ജീവിതം ടോട്ടൽ ട്രാൻസ്പെറന്റ് ആയിരുന്നു. ആ ഒരു ട്രാൻസ്പെറൻസി എന്നൊക്കെ പറയുന്ന ചെറിയൊരു കാര്യമാണ്. പിൻവാങ്ങുന്ന ആ ഒരു തന്റെ ശുശ്രൂഷയുടെ അവസാനം ജനത്തെ വിളിച്ചു കൂട്ടി ചോദിക്കുകയാണ്, ഞാൻ ആരുടെയെങ്കിലും കഴുതയെ മോഷ്ടിച്ചിട്ടുണ്ടോ? കാളയെ മോഷ്ടിച്ചിട്ടുണ്ടോ? ഞാൻ ആരുടെയെങ്കിലും കണ്ണ് കുരുടാക്കിയിട്ടുണ്ടോ? ഞാൻ കൈക്കൂലി മേടിച്ചിട്ടുണ്ടോ? ഞാൻ പീഡിപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന അത്രയും പ്രാഗൽഭ്യമുള്ള ഒരു ദീർഘനാൾ എല്ലാവരുടെയും മുമ്പിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ. അത് ചെറിയൊരു കാര്യമല്ല. ഇതാണ് പ്രാഗൽഭ്യം എന്നൊക്കെ പറയും. ചോദിക്കുകയാണ്, ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ എന്റെ നേരെ സാക്ഷീകരിപ്പിക്കും എന്ന് ചോദിക്കുമ്പോൾ സമൂഹം ഇങ്ങനെ വല്ലാതെ പേടിച്ചു പോവുകയാണ്. കാരണം അവർക്ക് ഒന്നും പറയാനില്ല. എല്ലാവരും ഇങ്ങനെ അസ്തപ്രജ്ഞനായിട്ട് നോക്കി നിൽക്കുകയാണ്. കാരണം അത്ര ജീവിതത്തിന്റെ പ്രാഗൽഭ്യം സൂക്ഷിച്ച ഒരു വലിയ മനുഷ്യൻ ശമൂവേൽ. കുഞ്ഞുനാളിൽ വന്നതാണ് അവിടെ. എത്രയോ വർഷങ്ങൾ ആലയത്തിൽ കിടന്ന് വളർന്ന ഒരു മനുഷ്യൻ. ഏലിയുടെ കൂടി ഇങ്ങനെ നടന്നിട്ട് പിന്നെ ന്യായപാലകനായി മാറിയ ശമൂവേൽ. ഞാൻ ആരുടെയെങ്കിലും കാളയെ പൊട്ടിച്ചിട്ടുണ്ടോ? കഴുതയെ അപഹരിച്ചിട്ടുണ്ടോ? ഞാൻ എന്തെങ്കിലും നിങ്ങൾക്ക് ദോഷം ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഇപ്പോൾ അത് പറയണം എന്ന് പറയുമ്പോൾ അതിന്റെ ഉള്ളിലുള്ള ആ ഒരു പ്രാഗൽഭ്യത്തിന്റെ ധാഷ്ട്യമൊക്കെ ഉണ്ട്. അത് ചെറിയൊരു കാര്യമല്ല, ഭയങ്കര ഒരു കാര്യമാണ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ പിള്ളേരുടെ എല്ലാം എഴുതുമ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇന്നിന്റെ ഭാഷയിലൊക്കെ പറഞ്ഞാല് അയാൾ ചോദിക്കുന്നത് ഒരു കാര്യമായിരിക്കാം,
ഞാൻ ആവശ്യമില്ലാതൊരു ഹായ് എങ്കിലും അയച്ചിട്ടുണ്ടെങ്കിൽ പറ, എന്റെ ഫോണിൽ നിന്ന്. കാരണം ഈ മാന്യരെന്ന് പറയുന്ന, ഞാൻ കണ്ട ഭയങ്കര മാന്യരെന്ന് പറയുന്ന ചില വ്യക്തികൾ പോലും അവരുടെ വിശുദ്ധിയുടെ അവരുടെ ഡ്രസ് കോഡിനകത്ത് വിശുദ്ധി, ആ വിശുദ്ധി ഈ വിശുദ്ധിയൊക്കെ വളരെ കാർക്കശ്യതയോട് സംസാരിക്കുന്ന ചിലരെ കുറിച്ച് സഹോദരിമാരോട് പറഞ്ഞു. വെളുപ്പംകാലത്ത് അദ്ദേഹം ഹായ് എന്നൊരു മെസ്സേജ് അയച്ചത്. അപ്പൊ അദ്ദേഹം അവരോട് ചോദിച്ചു, പാസ്റ്റർ എന്തിനാണ് ഇദ്ദേഹം ഈ 5 മണിക്ക് എഴുന്നേറ്റ് വെളുപ്പിന് ഹായ് ഇട്ടത്? അപ്പൊ എനിക്ക് തോന്നി ഇങ്ങനെ ഈ വെളുപ്പിന് ഹായ് ഇടേണ്ട കാര്യം പറ്റും. അപ്പൊ എനിക്ക് ഒരു കാര്യം ഉറപ്പായി, ഏതായാലും ആത്മഭാരം കൊണ്ടൊന്നും അല്ല ഹായ്. ഇതൊക്കെ തന്നെയാണ് ശർമ്മ ചോദിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമില്ലാതെ ഒരു ഹായ് എന്റെ ഫോണിൽ വന്നിട്ടുണ്ടെങ്കിൽ കൊണ്ടുപോവാം, നിങ്ങളുടെ ഫോണുമായിട്ട് വാ, അല്ലെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ കമ്പനി സെർച്ച് ചെയ്യാം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടുപോവാം. ഞാൻ നിങ്ങൾക്ക് ആവശ്യമില്ലാതെ എന്തെങ്കിലും വോയിസ് ക്ലിപ്പ് കിടപ്പുണ്ടെങ്കിൽ കൊണ്ടുപോവാം, എന്റെ ഫോണിൽ നിന്ന് ആവശ്യമില്ലാതെ കോള് പോയിട്ടുണ്ടെങ്കിൽ കൊണ്ടുപോവാം. ഇതാ എല്ലാം നഗ്നവും മലർന്നുമായി കിടക്കുകയാണ്. ഇന്നത്തെ ഭാഷയിൽ കാള ഏതായാലും നമുക്ക് വേണ്ട, കഴുത ഏതായാലും നമുക്ക് വേണ്ട. പക്ഷെ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ ഭയങ്കര കൈക്കൂലി വാങ്ങുന്നു. അപ്പം ഇവിടെ നമ്മൾ കാണുന്ന വളരെ ഗൗരവപ്പെട്ട കാര്യം, ആ ഒരു പ്രാഗൽഭ്യം കാത്തു സൂക്ഷിച്ച ഒരു മനുഷ്യൻ. പീഡിപ്പിച്ചിട്ടുള്ളതൊക്കെയാണ് മനുഷ്യൻ ഇവിടുത്തെ ഒരു വാക്ക് പറയുന്നതുകൊണ്ട് വിഷമൊന്നും ഒന്നല്ലേ. അൺപാർലമെന്ററി വേടായിട്ടൊന്നും ചിന്തിക്കരുത്. ഇന്ന് പീഡനങ്ങളുടെ ഒരു സമയമാണ്, അബ്യൂസുകളുടെ ലോകം. അബ്യൂസ് ആയ പലരും, എത്ര പേര്, പലരും എൽഡേഴ്സിൽ നിന്നാണ് അബ്യൂസ് ആയിരിക്കുക. വെർബൽ അബ്യൂസോ ഫിസിക്കൽ അബ്യൂസോ ഒക്കെ ഉണ്ടാകുമ്പോൾ എന്റെ വായിൽ നിന്നൊരു ആവശ്യമില്ലാത്തൊരു വാക്കെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ, ദുരുദ്ദേശപരമായ ഒരു വാക്കെങ്കിലും എന്റെ വായിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ പറ എന്നൊക്കെ പറയാനുള്ള ആ ഹൃദയത്തിന്റെ ചങ്കൂറ്റം, അത് ചെറിയൊരു കാര്യമാണോ? അല്ല. അത്ര വലിയ മനുഷ്യൻ. അയാളുടെ ആ പ്രാഗൽഭ്യത്തിന് മുമ്പിൽ നമ്മളിങ്ങനെ കൈയും കൂപ്പി നിൽക്കാനേ ഒക്കത്തുള്ളൂ. അത്ര വലിയൊരു മനുഷ്യൻ. പക്ഷെ ഈ വലിയ മനുഷ്യന്റെ ജീവിതത്തെ പറ്റിയ ഒരു പിഴവെന്താണ്? ഇത്രയും വലിയൊരു മനുഷ്യന്റെ ജീവിതത്തെ പറ്റിയ പിഴവെന്താ? 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നാം കാണുന്നു. 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നാം കാണുകയാണ്, ശൗല വൃദ്ധനായപ്പോൾ അവന്റെ മക്കള് 2 പേരാണ്. 8:2, 1 ശമൂവേൽ 8:2. യോവേൽ എന്നും അബിയാവ് എന്നും പേര്. അവർ ബേർശേബയിൽ ന്യായപാലനം ചെയ്തു. അവന്റെ പുത്രന്മാർ അവന്റെ വഴി നടക്കാതെ ദുരാഗ്രഹികളായി കൈക്കൂലി വാങ്ങി ന്യായം മറിച്ചു. ഇത്രയും വലിയൊരു മനുഷ്യന്റെ മക്കള് 2 പേരും, യോവേലും അബിയാവും, ദുരാഗ്രഹികളായി ന്യായം മറിച്ചു. എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. ഈ കുഞ്ഞുങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയത്? അപ്പന്റെ പേരിന് എന്തിനാ ഇവര് കളങ്കം വരുത്തി? അപ്പന്റെ പേരിന് എന്തിനാ ഇവര് ദോഷം വരുത്തി? അപ്പൊ എനിക്ക് ഇത്രയും വലിയൊരു മനുഷ്യൻ എന്തായി പറ്റി? യോവേലും അബിയാവും. ഞാൻ പതുക്കെ യോവേലിനെ അബിയാവിനെ വിളിച്ചെന്ന് ചോദിക്കാൻ ശ്രമിച്ചു. യോവേലെ ഒന്ന് ഇന്റർവ്യൂ ചെയ്ത് നോക്കി. എനിക്ക് കിട്ടിയ ചില ഉത്തരങ്ങൾ. യോവേലെ, നിങ്ങള് ശമൂവേലിന്റെ മക്കളല്ലേ? ആണ്. നിങ്ങളുടെ അപ്പനെ കുറിച്ച് എല്ലാവർക്കും ഉള്ള അഭിപ്രായം നിങ്ങൾക്ക് അറിയാവും. അതെ. ആ അഭിപ്രായത്തിന് വിരുദ്ധമായ എന്തെങ്കിലും അഭിപ്രായം നിങ്ങൾക്കുണ്ടോ? ഇല്ല. അദ്ദേഹം വീട്ടിലും നാട്ടിലും എല്ലാം ഒരുപോലെ തന്നെയായിരുന്നു, കർക്കശതയുള്ളൊരു മനുഷ്യനായിരുന്നു. പക്ഷേ അപ്പൊ പിന്നെ നിങ്ങൾക്ക് എന്താ പറ്റിയേ? യോവേലും അബിയാവും എന്നോട് പറഞ്ഞൊരു കാര്യം, എന്റെ പൊന്നു പാസ്റ്ററെ, കാര്യമൊക്കെ ശരിയാണെങ്കിലും വേറെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായി. ഞാൻ ചോദിച്ചു അതെന്നാ? അവര് പറഞ്ഞു, ഈ അപ്പം ഭയങ്കര കാർക്കശ്യക്കാരനായിരുന്നു. ഇങ്ങനെ കൈക്കൂലി ഒന്നും മേടിക്കത്തില്ല, കാളയൊന്നും കൊണ്ടുവരത്തില്ല, കിട്ടുന്ന ഇച്ചിരി മാന്യമായിട്ട് ആരെ പറയിപ്പിക്കാതെ ആരെങ്കിലും കൊടുക്കുന്ന കാളയുടെ കുറങ്ങൊക്കെ ആയിട്ട് വരത്തുള്ളൂ. കാരണം ഈ ലേവിന് വലിയ അവകാശം കിട്ടും. അതുകൊണ്ട് എങ്ങും ചുറ്റിക്കറങ്ങി നിൽക്കാത്തതുകൊണ്ട് 10 പൈസ വീട്ടിലില്ലായിരുന്നു. വീട്ടിലെ ദാരിദ്ര്യം മാറുന്നില്ല. അതുകൊണ്ട് ആദർശം ഭയങ്കരമാണ്. അങ്ങനെ ആദർശ രാഷ്ട്രീയത്തിന്റെ ഒക്കെ ആൾക്കാരുണ്ടല്ലോ, അവരെയൊക്കെ ഒരു കാലം ഓൾമോസ്റ്റ് കഴിയാറായി. ഈ ആദർശത്തിന്റെ ഒക്കെ പേര് നിൽക്കുന്ന ആദർശമുള്ള ഒരു മനുഷ്യനായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കൈക്കൂലി മേടിക്കത്തില്ല. ഞാൻ ആ കൈക്കൂലി എന്നുള്ളൊരു വാക്കിനെ പോസിറ്റീവായിട്ട് എടുക്കുകയാണ്, നെഗറ്റീവായിട്ടല്ല ഇപ്പൊ പറയാം, തെറ്റിദ്ധരിക്കല്ല. ഈ കൈക്കൂലി എന്നൊക്കെ പറയുന്നത് ഈ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാണ്. നിങ്ങൾക്കറിയാം, കൈക്കൂലിയുടെ ഭാഗം വരുമ്പോൾ നമ്മുടെ ആദ്യം മനസ്സിൽ വരുന്നത് ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ. അപ്പൊ ഞാൻ ഈ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരോട് ചോദിച്ചിട്ടുണ്ട്, സാറേ എന്തിനാണ് ഈ കൈക്കൂലി മേടിക്കുന്നത്? അപ്പം പറഞ്ഞു, പാസ്റ്ററെ, നിങ്ങൾ ഈ പറയുന്ന വലിയ ബിസിനസ്സുകാരെ പോലോ ഗൾഫുകാരെ പോലോ ഒന്നും നമുക്ക് പൈസ ഇല്ല. ആ 10-30 രൂപ കിടക്കുന്ന 4-5 പിള്ളേരും കാണും.
അമ്മ കാണും, അച്ഛൻ കാണും, പെങ്ങള് കാണും. ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായതുകൊണ്ട് എല്ലാവരുടെയും കാര്യം നോക്കണം. അപ്പോൾ പിന്നെ ഇത്ര രൂപ കിട്ടി, അതിനകത്ത് ഇത്ര PF പോകും, ഇത്ര അതിന് പോകും, പിന്നെ ഇത്ര വീടിന്റെ ലോൺ പോകും, ഇത്ര കാറിന്റെ ലോൺ പോകും, പിന്നെ ഇത്ര രൂപ കൊണ്ട് ജീവിക്കണം. ഇവരിങ്ങനെ ഈ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ 1-ാം തീയതി ശമ്പളം കിട്ടിയാൽ 30-ാം തീയതി തയ്ക്കാൻ വേണ്ടി വെപ്രാളപ്പെടുന്നവരാണ്. അപ്പൊ അവരെന്ത് ചെയ്തും കണ്ടിട്ടില്ല, പഴയ സാറന്മാരൊക്കെ എന്നോട് ഈ അടുത്തിടയ്ക്ക് ഈ ഒരു കോളേജ് ക്യാൻറ്റീൻ നടത്തുന്ന ഒരാൾ പറഞ്ഞു, എന്റെ പൊന്നു പാസ്റ്റർ, ഒരു കാപ്പിയും കൊണ്ട് കാപ്പിക്ക് വേണ്ടി പോലും ഇവരെ കൊണ്ട് പ്രയോജനമില്ല. ഞാൻ അതന്നെ കാര്യം, പ്ലാസ്റ്റിക് കാപ്പിയും കൊണ്ട് വരത്തും. പിന്നെ അവരെ ഒക്കുമെങ്കിൽ അവിടെ സ്റ്റാഫ് റൂമിൽ കാപ്പി അലത്തുമല്ല. അപ്പൊ ഒരു കടും കാപ്പിക്ക് ഇവരെ കൊണ്ട് നമുക്ക് ചിലപ്പോൾ ഉപകാരം ഉണ്ടാകത്തില്ല നമുക്ക് പറയും. അതിനകത്ത് കാരണമുണ്ട്. കാരണം ഈ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാനുള്ള ഒരു തത്രപ്പാടാണ്. രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാനുള്ള തത്രപ്പാടിൽ പൈസ കിട്ടത്തില്ല. അപ്പൊ അതുകൊണ്ടാണ് എന്നെ ഓർമ്മ, ഞാൻ ഇടയ്ക്ക് ഗവൺമെന്റ് ഡോക്ടേഴ്സിന്റെ സാലറി ഒക്കെ എനിക്ക് കൂട്ടിയാൽ. കാരണം അവർക്ക് പ്രൈവറ്റ് ഡോക്ടേഴ്സിന്റെ അത്രയും പൈസകളൊന്നും കിട്ടാത്തപ്പോൾ ഇവർക്ക് എക്സ്ട്രാ പണി വേണം. ഇവരും ആ ഡോക്ടറെ സ്റ്റാൻഡേർഡ് ജീവിക്കണം. അപ്പൊ അവരെന്തോ ചെയ്യും, അവർ ലാബുകാരുമായിട്ട് ടൈപ്പ് ചെയ്യും. ചുമ്മാതെ പനിയായിട്ട് വരുന്നവരോടും പറയും MRI ചെയ്യാം. അപ്പൊ MRI ചെയ്യുമ്പോൾ 6000 രൂപ MRI ആണെങ്കിൽ നേരെ 3000 രൂപ മാസാവസാനം ഇവരുടെ എത്ര MRI ഉണ്ട്. അതുകൊണ്ടാണ് അതിൻ്റെ ഇടയിൽ റെഫറൻറ്റ് ഡോക്ടറുടെ പേര് കാണും. ആ പേര് അതുപോലെ അവിടെ അടിച്ചിടും. ആ ഡോക്ടറുടെ പേരിലുള്ള കമ്മീഷൻ കൃത്യമായിട്ട് ഇവിടെ വരും. അപ്പൊ എൻ്റെ ഒരു വിശ്വാസിയെ ഡോക്ടർ അടിയിൽ എഴുതുമായിരുന്നു, കമ്മീഷൻ കുറച്ചേക്കണം, നേരെ പകുതി കുറയ്ക്കുന്നതിന് കമ്മീഷൻ വേണ്ടെന്നൊക്കെ പറഞ്ഞ് പ്രത്യേകമായൊരു എന്നോടുള്ള താല്പര്യത്തിൽ കൊടുത്തു വിടുമ്പോൾ റേറ്റിലൊക്കെ ഭയങ്കര വ്യത്യാസം വരുവാണ്. അതൊരു ചെറിയ, അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും കാശ് കളയുന്നത്. ഇവിടൊക്കെ നിങ്ങളോടൊക്കെ ഇൻഷുറൻസ് കവറേജ് അല്ല, ഇവിടെ കാശ് പോകുന്നത് മരുന്ന് മേടിക്കാനല്ല, ചികിത്സയ്ക്കും അല്ല, ചികിത്സാ നിർണയത്തിനാണ് കാശ്. എപ്പോഴും ചികിത്സയ്ക്കല്ലല്ലോ കാശ്. ചികിത്സയുടെ കാശ് എന്താ? ചികിത്സ വരുമ്പോൾ ആ പടം 50 രൂപയുടെ ഗുളികയായിരിക്കും. പക്ഷെ ആ 50 രൂപയുടെ ഗുളിക എഴുതണമെങ്കിൽ 50,000 രൂപയുടെ ടെസ്റ്റ് നടത്തും. ആ 50,000 നേരെ ഒരു 28,000 രൂപ 25,000 രൂപ ഡോക്ടറെ ഫീസ്. അപ്പൊ ഈ ഡോക്ടർമാരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്? അവരെല്ലാം വലിയ മനുഷ്യരാണ്. അവരൊരു ഈ ഗവൺമെന്റ് സാലറി കൊണ്ട് ഞങ്ങളുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് പാടാണ്. കാരണം അവർക്ക് എപ്പോഴും റെസ്പെക്റ്റും അവരുടെ ഒരു ലെവലിൽ ജീവിക്കണം. അവർക്ക് ഏതായാലും ഇപ്പൊ നാളെ ഒരു ഈ അവരുടെ ആവശ്യങ്ങളാണ്, സ്റ്റാൻഡേർഡ് ആണ് ലൈഫ്, ലിവിങ് സ്റ്റാൻഡേർഡ് ആണ് ഓരോരുത്തരുടെ ചെലവ് കൊടുക്കുന്നത്. അപ്പൊ അതും തെറ്റല്ല. നമ്മൾ ആ ഒരു കണ്ണിക്കൂടെ ഒക്കെ നോക്കുമ്പോൾ അത് വളരെ പോസിറ്റീവായിട്ട് എടുക്കാൻ ഞാൻ ഈ പറയുന്ന കാര്യം. അപ്പോഴാണ് ഇവര് കൈക്കൂലി മേടിക്കുക. ഈ കൈക്കൂലി മേടിച്ചാൽ എക്സ്ട്രാ ഇൻകം വരുത്തും. ഈ എക്സ്ട്രാ ഇൻകം ഉണ്ടെങ്കിൽ ഒന്ന് ലാവിഷായിട്ടൊക്കെ ജീവിക്കാനാകും. മറ്റേ ഇങ്ങനെ 100 പരിപ്പ്, പലചരക്കടയിൽ ഇത്ര, കറണ്ടിന് ഇത്ര, വെള്ളത്തിന് ഇത്ര, പിന്നെ ടൈറ്റ് ഇത്ര, ഇങ്ങനെല്ലാം എടുത്തെടുത്ത് വെച്ചിട്ട് ആദ്യം ടൈറ്റ് മാറ്റി വെക്കും. പിന്നെ അവത്തേന്ന് ഇങ്ങനെ ഇച്ചിരി പിച്ചിപ്പിച്ച് പറിക്കും. അങ്ങനെ അടുത്ത പ്രാവശ്യം കൊടുക്കാന്ന് വെക്കും. പിന്നെ അത് കണക്കെഴുതി ഇടും. ഇടയ്ക്ക് ഒരു പയ്യൻ പറഞ്ഞു, ഞാൻ ചോദിച്ചു, ഭയങ്കര കടവാ അവനെ, ടൈറ്റ് കൊടുക്കാറുണ്ടോ? ഉണ്ട്. എന്നിട്ട് എല്ലാം എഴുതിയിട്ടുണ്ട്. ഇത്ര ഉണ്ട്, 85,000 രൂപ കൊടുക്കാനുണ്ട് കടം. അവന് 8 ലക്ഷം രൂപ കടമുണ്ട്. കാരണം അവൻ തീരാൻ നോക്കുമ്പോൾ പിന്നെ എടുക്കാൻ ഒക്കുന്നത് ഈ കവർ ചെയ്ത്. അപ്പൊ അങ്ങനെ ഇദ്ദേഹം, പക്ഷെ അതും സമ്മതിക്കാത്ത മനുഷ്യൻ, കാർക്കശ്യമുള്ള മനുഷ്യൻ. ടൈറ്റ് എന്ന് പറഞ്ഞാൽ ടൈറ്റ്, കണക്കിന്റെ കാര്യത്തിലൊക്കെ കൃത്യതയുള്ള ഒരു മനുഷ്യൻ, ശ്രമം. അപ്പൊ ഈ കുഞ്ഞുങ്ങളോട് ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്താ പറ്റി? അപ്പൊ അവർ പറഞ്ഞു, മറ്റു ദോഷമൊന്നും ഇല്ല, ഞങ്ങളുടെ ഒരാഗ്രഹവും സാധിച്ചിട്ടില്ല. എന്തെങ്കിലും ചോദിച്ചാൽ അപ്പം പറയും, അപ്പന് സാക്ഷിയായിരുന്നു വലുത്, അപ്പന് പ്രാഗൽഭ്യമായിരുന്നു വലുത്. അതുകൊണ്ട് അപ്പൻ എക്സ്ട്രാ ഇൻകം ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ചുരുങ്ങിയ ജീവിച്ച്. അതുകൊണ്ട് മറ്റു പിള്ളേരെ അടിച്ചു പൊളിക്കുമ്പോൾ ഇവർക്ക് ഒരിക്കലും അടിച്ചു പൊളിക്കാൻ ഒത്തിട്ടില്ല. മറ്റു പിള്ളേര് തന്തൂരി ചിക്കൻ കഴിക്കാൻ പോകുമ്പോൾ ഇവര് പോകത്തില്ല. കാരണം ഒരു വട്ടം ഓസി അടിക്കാനൊക്കെ, അടുത്ത പ്രാവശ്യം ഷെയർ ഇടുമ്പോൾ ഇവരിടണം. ഇങ്ങനെയൊക്കെയാണ് കമ്പനി കൂടി പോകുന്നത്. എന്നും ഓസിൽ അടിക്കാനും എന്നും ഓസി കഴിക്കാനൊക്കത്തില്ല. വല്ലപ്പോഴെങ്കിലും ഒക്കെ. അല്ല പിന്നെ ഇമ്മാനിനെ ഇടയ്ക്ക് പറയും, ഇവൻ ചുമ്മാ ഇങ്ങനെ അതൊക്കെ കൊട്ടേഷൻ കൊടുക്കും, ഇവൻ ഓസിലടിക്കാൻ വന്നിരിക്കുന്ന ടൈപ്പാന്നൊക്കെ പറയും. അപ്പൊ അതുകൊണ്ടൊക്കെ ഇവർക്ക് പോകാൻ പാടാ. ഇപ്പൊ അവർക്ക് തന്തൂരി അടിക്കാൻ പോയിട്ടില്ല, അവർ പുറത്തുനിന്ന് കറങ്ങാൻ പോകുന്നില്ല. സ്കൂളിൽ ടൂർ പോകുന്ന കാര്യം പറയുമ്പോൾ ഇവരിങ്ങനെ പറഞ്ഞു നിൽക്കും. കാരണം അച്ഛൻ്റെ ടൂർ പോകണമെങ്കിൽ എക്സ്ട്രാ ഇൻകം വേണം. ബഡ്ജറ്റിനകത്ത് ടൂർ ഇല്ല. ആരെങ്കിലും ബഡ്ജറ്റ് ഇടുമ്പോൾ പിള്ളേരുടെ ടൂർ എന്നിട്ടാണോ ബഡ്ജറ്റ് ഇടുന്നത്? പിള്ളേരുടെ ഫീസ് ഇടും, പക്ഷെ ടൂർ എന്ന് പറയുന്ന ഒരു ബഡ്ജറ്റ് ഇല്ല. അപ്പൊ ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവരുടെ ഒരാഗ്രഹവും സാധിച്ചിട്ടില്ല. സൈക്കോളജിക്കലി ആ കുഞ്ഞുങ്ങൾ നല്ലോണം അനലൈസ് ചെയ്തു. അപ്പം പിന്നെ ഇവരുടെ കയ്യിൽ അവസരം വന്നപ്പോ ഈ 2 പിള്ളേരെ കൈക്കൂലി വാങ്ങിച്ചു. അപ്പൊ ഞാൻ ഈ പിള്ളേർ ചോദിച്ചു, നിങ്ങൾ എന്തിനാ കൈക്കൂലി വാങ്ങിച്ചു? അവര് പറഞ്ഞു,
ഞങ്ങൾക്കുണ്ടായ ഗതികേട് ഞങ്ങളുടെ പിള്ളേർക്ക് ഉണ്ടാകാതിരിക്കാൻ ഞങ്ങൾ ഇച്ചിരി കൈക്കൂലിയൊക്കെ വാങ്ങിച്ചു. കാരണം ഞങ്ങൾ വളർന്ന എങ്ങനെയാ ഞങ്ങൾക്കറിയാം. അന്ന് നമ്മുടെ എന്റെ ഉപദേശി ഒരാഗ്രഹവും സാധിച്ചിട്ടില്ല. നമ്മളിരുന്ന് ഞെരുക്കിയിട്ടുണ്ട്. ആ ഞെരുക്കം നമ്മുടെ പിള്ളേർക്ക് ഉണ്ടാകാതിരിക്കാൻ ഞങ്ങൾ ഇച്ചിരി കൈക്കൂലി വാങ്ങിച്ചെന്നേ ഉള്ളെന്ന്. ഇച്ചിരി ലാവിഷായി പോയി. കാരണം പിള്ളേരല്ലയോ, കാലം അറിയില്ലയോ. അപ്പനോട് ചോദിച്ച് 500 വട്ടം ചോദിക്കുമ്പോൾ ഇച്ചിരി തരുന്ന അത് ചോദിച്ചാലോ പള്ളു പറഞ്ഞ നേരത്തുള്ളടാ ഇത് എങ്ങനെയാണെന്നറിയാമോ? ഇത് സ്വോത്രാഴ്ചയുടെ പൈസയാണ്. ഇതെങ്ങാനും കൊണ്ടുപോയി നീ എവിടെങ്കിലും പോയാൽ നീ ഇല്ലായ്മയായി പോകുന്നൊക്കെ പറഞ്ഞാണ് 10 രൂപ കൊടുക്കുന്നത്. 10 രൂപ കൊടുക്കുമ്പോൾ പറയണേ സ്വോത്രാഴ്ചയുടെ പൈസയാണ്. അങ്ങനെയൊക്കെയാണ് ഉപദേശിമാരെ പൈസ ആയി കൊടുക്കുന്നത്. എടാ ഇതും കൊണ്ടെങ്ങാനും പോയിട്ട് വല്ലതും ചെയ്തെങ്കിൽ, സിനിമ കാണുകയോ വല്ലതും ചെയ്തെങ്കിൽ നീ കണ്ടോ നിന്റെ കണ്ണ് കുരുടായി പോകും. കാരണം സ്വോത്രാഴ്ചയുടെ പൈസ. അവന് പൈസ എടുത്തിട്ട് കഴിക്കാനും വേണം, സിനിമയ്ക്ക് പോകാനൊക്കെ കാണാം. സിനിമ കണ്ട കണ്ണ് കുരുടായി അവിടെ ചെന്ന് എടാ ഇത് പാവങ്ങളുടെ വേർപ്പിന്റെ കാശ് നിനക്കറിയാം. അയ്യോ പേരുണ്ടാണ് ഈ കൊച്ചൻ പോകുന്നത്. അപ്പൊ അവന് ആ പാടെ ചെറുക്കനെ ഒന്ന് കാർഡ് വരയ്ക്കുന്നതല്ലല്ലോ, അപ്പൊ അവന് എണ്ണി കൊടുക്കണ്ടേ. അപ്പൊ അത് ആ പാടെ ഇവരങ്ങ് വല്ലാതായി. അങ്ങനെ ഇരുന്നപ്പോഴാണ് നയപാലനം ചെയ്തപ്പോ കൈക്കൂലി കിട്ടിയപ്പോ ഒക്കെ വാങ്ങിച്ചത്. അപ്പൊ അവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഇവിടെയാണ് എല്ലാ ദൈവദാസ കുടുംബങ്ങളും ഉപവാസ പ്രാർത്ഥന സാധാരണ പ്രാർത്ഥിക്കാതെ പോകുന്നൊരു കാര്യം. ഈ കർത്തദാസരുടെ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കേണ്ട ഒരു ആവശ്യം. കാരണം ഇവരുടെ ഒരു സൈക്കോളജിക്കൽ നീഡ് സാധാരണ ആരും കാണാറില്ല. ഇവിടെ ഒരു സൈക്കോളജിക്കൽ സ്ട്രെസ് ആരാ കാണുക? ആരും കാണത്തില്ല. ഏറ്റവും കൂടുതൽ ദൈവസഭ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രധാന വിഷയം ദൈവദാസന്മാരുടെ കുടുംബങ്ങളെയും കുഞ്ഞുങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കും. ഒരു പക്ഷേ ഞാനിത് പറയുമ്പോൾ എന്റെ കോണ്ടസ്റ്റ് ഇച്ചിരി ഡിഫറെന്റ്, അത്രയും ഇച്ചൂടൊക്കെ വ്യത്യസ്തമാണ്. അമേരിക്കയിൽ ഇരുന്നു കൊണ്ട് ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരുടെ കോണ്ടസ്റ്റ് വ്യത്യസ്തമാണ്. പക്ഷെ നിങ്ങൾക്കറിയാം കേരളത്തിന്റെ സാധാരണ ഒരു പാസേജ് വളരുന്ന ഒരു ദൈവദാസന്റെ സ്ട്രെസ് അവരുടെ കുഞ്ഞുങ്ങളുടെ സ്ട്രെസ്. അവര് ഈയിടയ്ക്ക് ഒരു ദൈവദാസന്റെ പ്രസംഗം കേട്ടു, ഭയങ്കര രസകരമായിട്ട് തോന്നി. അത് ഇച്ചിരി ഒരു ന്യൂജൻ ടൈപ്പാണ്. ഒരു എന്നാലും തോന്നി ഈ അവരുടെ വീട്ടിലെ മോനിങ്ങനെ മുടി ഇങ്ങനെ വളർത്തിക്കൊണ്ട് വന്നു. അപ്പൊ അവരുടെ ഒരു വലിയ യോഗത്തിന് കുടുംബമായിട്ട് ഒരു സഭയെ ക്ഷണിച്ചേക്കാം. അപ്പൊ പാസ്റ്റർ പറഞ്ഞു മുടി വെട്ടാതെ, അമ്മയും പറഞ്ഞു മോനെ മുടി വെട്ടാതെ കൊണ്ടുപോകാൻ ഒക്കത്തില്ലെന്ന് പറഞ്ഞാൽ ഒക്കത്തില്ലെന്ന് പറഞ്ഞാൽ ഒക്കത്തില്ല, നീ മുടി വെട്ടിയേ ഒക്കത്തുള്ളൂ. അവൻ സമ്മതിച്ചു. അപ്പൊ ഇങ്ങനെ നീണ്ടു കിടക്കുന്ന മുടിയാ, ചർച്ചിൽ പോയി നിൽക്കണ്ടേ. അപ്പൊ മുടിയെല്ലാം പിന്നെ അവനെ കൊണ്ടുവന്ന് വെട്ടിച്ചു. ഇവരെല്ലാം തൃപ്തിപ്പെട്ടു, മുടിയെല്ലാം കണ്ടു. അങ്ങനെ അവരൊന്നിച്ച് സഭയിൽ പോയി. സഭയിൽ പോയപ്പോൾ പാസ്റ്റർ പറഞ്ഞു നമുക്ക് ഇന്ന് it's our indeed our joy and privilege to have this great man of God midst of us എന്നൊക്കെ പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ഒക്കെ ചെയ്തു. But he has come with his family. This is a time for to them to introduce themselves എന്നൊക്കെ പറഞ്ഞപ്പോൾ ഭാര്യ എഴുന്നേറ്റ് പറഞ്ഞു, മോൻ എഴുന്നേറ്റ് എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കൂട്ടച്ചിരി. എന്നെ അത് പിടികിട്ടുന്നില്ല. അപ്പം മുടി വെട്ടാൻ പറഞ്ഞ വാശിക്ക് മുടി വെട്ടിയിട്ട് പുറയിൽ ഒരു കുടുമി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് അമ്മയും കണ്ടില്ല, അച്ഛനും കണ്ടില്ല. എഴുന്നേറ്റ് ഇന്നപ്പോഴാണ് എല്ലാവരും കാണുന്നത്. ഇവന് ഒരു കുടുമി ഇങ്ങനെ പിന്നി അകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കുടുമി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഇങ്ങനെ ചിക്കും. പുള്ളി പറഞ്ഞ് അവന്റെ കൂട്ടുകാർക്ക് കുടുമി ഉള്ളതുകൊണ്ട് അവൻ ആ വാശിക്ക് ആ കുടുമി വെച്ചതാണ്. ഇവനെ നമ്മൾ എന്ത് ചെയ്യാനാവും? അപ്പം ഈ അവനും ഒരു കൊച്ചനാണ്. അവനും ഈ ദർശനമൊന്നും അത്രയും അവന്റെ കയ്യിലോട്ടില്ല. അവനൊരു കുഞ്ഞാണ്. അപ്പൊ ഇവിടെയാണ് ഇവരുടെ സ്ട്രെസ്. ഇവരുടെ ഈ പലരുടെയും നിങ്ങൾക്ക് എത്രത്തോളം അത് മനസ്സിലാക്കാൻ ഒക്കുമെന്ന് എനിക്കറിയത്തില്ല. കേരളത്തിന്റെ സിറ്റുവേഷനില് ഞങ്ങൾ പലർക്കും കൊടുക്കുന്നത് 2500 രൂപയാണ് സപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞ്. വി ആർ ഗിവിംഗ് ദം സപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞ്. അതുകൊണ്ട് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, ഞാനിങ്ങനൊക്കെ പറയുന്നുണ്ട്. ആ സപ്പോർട്ട് മേടിക്കണമെങ്കിൽ എന്നോട് ദൈവദാസൻ പറഞ്ഞാണ്, ഈ സപ്പോർട്ട് മേടിക്കണമെങ്കിൽ സൺഡേ പാസ്റ്റർ വീട്ടിൽ വരണം. സൺഡേ പാസ്റ്റർ വീട്ടിൽ കോവിഡുമായിട്ട് വരണമെങ്കിൽ അതിന് വേണം 500 രൂപ വണ്ടിക്കൂലി. ഓട്ടോയും പിടിച്ച് വരണ്ടേ? ആ 500 രൂപ പിടിച്ച് അല്ലെങ്കിൽ 300 രൂപ മുടക്കി വരുമ്പോഴാണ് 3000 രൂപയുടെ സപ്പോർട്ട് കൊടുക്കുന്നത്. പക്ഷെ ഈ 3000 രൂപയുടെ സപ്പോർട്ട് എണ്ണി 300 രൂപ എടുത്തിട്ട് സെൻട്രൽ പാസ്റ്റർ ഈ സപ്പോർട്ട് കൊടുക്കത്തുള്ളൂ. അല്ല 300 രൂപ ഇട്ട് കൊടുക്കത്തില്ല. അപ്പൊ എത്രയായി? 2500 ആയി. പരമാർത്ഥാണ് ഇതൊക്കെ. അതിനകത്തുനിന്ന് 200 രൂപ ഇട്ടായിരിക്കും വണ്ടിക്കൂലി. ഈ 2000 3000 രൂപയ്ക്ക് അല്ലെ അങ്ങേയറ്റം എണ്ണി തൊട്ടി ഇങ്ങനെയൊക്കെ പോകുന്ന മക്കള്
അഭിമാനം കൊണ്ട് അവരൊന്നും ചെയ്യത്തില്ല. കൂലിപ്പണിക്ക് ഇറങ്ങാൻ ഒക്കത്തില്ല, നടത്തത്തില്ലെന്ന് ഞാൻ പറയുന്നില്ല കർത്താവ്. പക്ഷെ ഈ സ്ട്രെസ് ഈ മക്കളകത്തേൽപ്പിക്കുന്ന ഘടന അവർക്ക് ഈ ദർശനം ഇല്ല. അപ്പന്റെ ഈ ദർശനമൊന്നും അവർക്ക് കാണത്തില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതൊക്കെ എടുക്കണമെങ്കിൽ കുറെ നാളെടുക്കും. അല്ല, ജനിച്ചു വീഴുമ്പോൾ ദർശനം കൊണ്ടാണ് അവര്. നമ്മളാരും ജനിച്ചു വീഴുമ്പോൾ ദർശനമൊന്നും ആയിട്ടല്ല വരും. ദർശനമൊക്കെ പിന്നെ കിട്ടുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഈ സ്ട്രെസ്സിനെ മനസ്സിലാക്കാതെ പോകും. അപ്പനും അത് മനസ്സിലായില്ല. കാരണം അപ്പന് വലുത് എന്നും അപ്പന്റെ സാക്ഷ്യമായിരുന്നു. അപ്പന് വലുത് എന്നും അപ്പന്റെ സാക്ഷ്യമായിരുന്നുകൊണ്ട് അപ്പൻ അതിനുവേണ്ടി എടാ, ഒരു കാരണവശാലും എന്റെ സാക്ഷ്യം പോകാൻ അനുവദിച്ചില്ല. അത്ര കാർക്കശ്യതയുള്ള മനുഷ്യൻ. ഞാൻ ഒരിക്കലൊരു എൻ്റെ ഒരു ശുശ്രൂഷ അനുഭവത്തിൽ മറക്കാത്ത ഒരു കാര്യമാണ്. ഞാൻ എവിടെ ചെന്നാൽ ഈ പിള്ളേരൊക്കെ എൻ്റെ അടുത്ത് വരും, അവരുടെ ഹൃദയങ്ങളൊക്കെ തോർക്കും. അപ്പൊ പാസ്റ്റർ എന്ന് പറഞ്ഞു, പാസ്റ്റർ മോളോട് നോക്കുമ്പോ ഒന്ന് വർത്തമാനം പറഞ്ഞേക്കണേ. വാനമ്പാടി പോലെ ഓടി കിടന്നൊരു മുഖച്ച കണ്ടാ അറിയാം, നല്ല കേൾക്കാൻ പറ്റിയ. ഈ പെൺപിള്ളേരൊക്കെ നല്ലപോലെ വർത്തമാനമൊക്കെ പറഞ്ഞ് നടക്കുന്നത് കാണാൻ നല്ല രസമാണ്. അവരുടെ ഒരു ശൈലി. ആൺപിള്ളാരുടെ ഒരു കൊഞ്ചലല്ലല്ലോ, പെൺപിള്ളാരുടെ ഒരു വർത്താനവും അങ്കിളെന്നൊക്കെ വിളിക്കുന്ന നല്ല പിള്ളേരല്ലേ. അപ്പൊ ആ ഒരു കൊഞ്ചലൊന്നും എല്ലാം നഷ്ടപ്പെട്ടു പോയ മൗനത്തിലേക്ക് പോയൊരു കുഞ്ഞ്. അപ്പൊ ഞാൻ ആ കുഞ്ഞിനോട് ഇങ്ങനെ ചോദിച്ചിട്ട് വലിയ വർത്താനം, ഒരു ഫോർമൽ ടോക്കൊക്കെ. അപ്പൊ അപ്പൻ എന്നോട് കരഞ്ഞുകൊണ്ട്, വർഷങ്ങൾക്ക് മുമ്പാണ്, അതെന്റെ ഹൃദയത്തെ ഇങ്ങനെ അടിവരയിട്ടിട്ടുണ്ട്, കരഞ്ഞുകൊണ്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. പക്ഷേ ഒരു ക്യാമ്പിന് പോയി അവരെല്ലാം കൂടെ, എന്റെ ഓർമ്മയിൽ അങ്ങനെ കട ക്യാമ്പിന് പോയപ്പോൾ അവിടെ വെച്ച് ഈ സെക്രട്ടറിയുടെ അരണ്ടര മക്കളെ ഇതിനകത്ത് ഇവര് ഈ പിന്നെ മറ്റൊരു പെൺകുട്ടിയുമായിട്ട്, ഇവിടൊക്കെ അതൊക്കെ വലിയ സംഭവമല്ലേ, വർത്താനം പറഞ്ഞപ്പം അതിന്റെ ഏജന്റ് ഈ പെൺകുട്ടിയായിരുന്നു, ഇവള് തുവാണ്, അവര് കണക്റ്റഡ് ആയെന്നൊക്കെ ഉള്ള ഒരു സംസാരം ഉണ്ടായതുകൊണ്ട് സെക്രട്ടറിയും കമ്മിറ്റിക്കാരും കൂടി പാസ്വേഡ് ഒക്കെ ചോദിക്കാൻ വന്നതാണ്. നിങ്ങളുടെ കുഞ്ഞാണ് പ്രശ്നം ഉണ്ടാക്കിയത്. പക്ഷെ ഈ സംഭവം വന്നപ്പോൾ തന്നെ ഈ കുഞ്ഞ് പാസ്വേഡ് പറഞ്ഞു, പപ്പ ഇങ്ങനെയൊക്കെ ഒരു ക്യാമ്പിന് വിഷയമുണ്ട്, അതുകൊണ്ട് പാസ്സൊക്കെ അറിയാൻ സത്യം. അപ്പൊ പാസ് അത് പറയാൻ തുടങ്ങപ്പോൾ നിങ്ങളുടെ കൊച്ചിനെ ന്യായീകരിക്കുകയാണ്, നിങ്ങൾ കുഞ്ഞിനെ മര്യാദയ്ക്ക് നിർത്തണമെന്നൊക്കെ പറഞ്ഞ് ഇവര് വല്ലാതെ ക്ഷുഭിതരായി തട്ടിക്കേറിയപ്പോ അത്ര തെറ്റല്ല, അവളുടെ ഭാഗത്ത് തെറ്റില്ല. കാരണം അവള് വന്നപ്പോഴേ ട്രാൻസ്പെറന്റ് ആയിട്ട് ഈ കാര്യമല്ല അപ്പയോട് പറഞ്ഞ. പക്ഷെ അവരെ പ്ലീസ് ചെയ്യാൻ വേണ്ടി അപ്പ പാസ്റ്റർ കുഞ്ഞിനെ അടിക്കാൻ തുടങ്ങി. ഇവിടാണ് ബെൽറ്റൂരി അടിച്ചു. നമ്മുടെ നാട്ടിലുണ്ട്, ഏത് കൊച്ചിനെ അടിച്ചാലും നമ്മൾ എത്രയെന്ന് പറഞ്ഞാലും പറയും, ഇനി അടിക്കരുത് കേട്ടോ, കൊച്ചിനെ അടിക്കരുതേ. ഇപ്പൊ നമ്മൾ ചിലപ്പോൾ അയൽവക്കത്തൊക്കെ വഴക്കുണ്ടായി, നിങ്ങളുടെ എന്റെ കൊച്ചിനെ തല്ലി എന്നൊക്കെ പറഞ്ഞു പണ്ട് കംപ്ലൈന്റ് വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഓടി ചെന്നൊരു വടിയൊക്കെ എടുത്തുകൊണ്ട് പോയി വേലിയിൽ നിന്നൊരു പേരക്കമ്പ് വെട്ടിക്കൊണ്ടൊക്കെ വന്നിട്ട് അതൊക്കെ വെട്ടി 2 അടിയൊക്കെ ഉണ്ട്. അപ്പൊ ഈ അപ്പുറത്തെ ദുഷ്ടനായ ആൾക്കാരനാണ് ഒരടി കൊടുത്തിട്ട് പറയും, അയ്യോ അടിക്കരുത്, ഞാനൊക്കെ പറഞ്ഞതേ ഉള്ളെന്ന് പറയും. കൊച്ചിന്റെ കാര്യം ഇതൊക്കെയാണ് പൊതുവെ നാട്ടിൻപുറത്തൊക്കെ പണ്ട് കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പൊ ഈ പുതുതലമുറയ്ക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാകും. പക്ഷെ ഈ ബെൽറ്റൂരി പാസ് അടിച്ചിട്ടും ഇവരാരും അടിക്കണ്ടെന്ന് പറഞ്ഞില്ല. അതുകൊണ്ട് ഇവരെ സന്തോഷിപ്പിക്കാൻ അവര് നിർത്തിട്ട് പാസ്റ്റർ എന്ന് പറയുന്നതും വരെ അദ്ദേഹം അടിച്ചു. അടികൊണ്ട് ഈ കൊച്ചു താഴെ വീണു. അവൾ പക്ഷെ കരഞ്ഞില്ല, കാരണം അവൾ തെറ്റ് ചെയ്യാതാണ് അടിമേടിക്കുക. പക്ഷെ അന്ന് മുതൽ അവൾ മൗനത്തിന്റെ ലോകത്തേക്ക് പോയി. അവൾ മിണ്ടുന്നില്ല. ഈ സ്ട്രെസ്സൊക്കെ ആരാ മനസ്സിലാക്കുക? അവിടെയാണ് ഈ കുഞ്ഞുങ്ങൾ ദുരാഗ്രഹികളായി കൈക്കൂലി മേടിച്ചു. കാരണം ഈ ഗതികേട് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകില്ലല്ലോ വെച്ചു. അതുകൊണ്ട് സഭയ്ക്ക് വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. എല്ലാ ദൈവദാസന്മാരുടെയും കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കും. പ്രാർത്ഥിക്കുമ്പോൾ ലോകം പ്രത്യേകിച്ച് നമുക്കറിയാവുന്ന, നമ്മൾ പെട്ടെന്ന് പറയുന്ന ഒരു ചൊല്ലുണ്ട്, ഉപദേശിയുടെ കൊച്ചുങ്ങളും അച്ഛന്മാരുടെ കൊച്ചുങ്ങളും ശരിയാകത്തില്ല. അത് പറഞ്ഞ് നമ്മുടെ ദൗത്യം തീർന്നു. പക്ഷെ എന്താണ് അവരെ അങ്ങനെ ആക്കിയത്? അവരങ്ങോട്ട് തിരിഞ്ഞാൽ പറയും, നീ പാസ്റ്റർ കുഞ്ഞല്ലേ. ഇങ്ങോട്ട് തിരിഞ്ഞാൽ ചോദിക്കുന്നു, നീ പാസ്റ്റർ മോളല്ലേ. ഇങ്ങോട്ട് തിരിഞ്ഞാൽ ചോദിക്കുന്നു, നീ പാസ്റ്ററുടെ കൊച്ചുമോളല്ലേ. അതുകൊണ്ട് ആ സ്ട്രെസ്സിന്റെ ലോകത്തുനിന്ന് പുറത്തു വരാൻ വേണ്ടി കാണിക്കുന്ന കോപ്രായങ്ങൾ ചെറിയ കാര്യങ്ങളല്ല. എല്ലാവരും ഉപവാസ പ്രാർത്ഥനയല്ലേ. ഉപവാസ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഉപവസിച്ച് പ്രാർത്ഥിക്കുകയാണ്, പ്രാർത്ഥനയാണ്. അതുകൊണ്ട് കരങ്ങൾ ഉയർത്തി എല്ലാ ദൈവദാസന്മാരുടെയും കുഞ്ഞുങ്ങളെ ഓർത്ത് ഗൗരവമായി പ്രാർത്ഥിക്കും. ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചു ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനാ മുറിക്കകത്ത് നമ്മൾ ഈ വിമർശനത്തിനൊരു നമുക്ക് പ്രത്യേക ഒരു കലയുണ്ട്. അവരത് ശരിയായില്ല, വളർത്തു ദോഷമല്ല,
അപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഇത്രയും സ്ട്രിക്റ്റ് ആയിട്ട് വളർത്തിയെന്ന് പറയാൻ കഴിയുന്ന ഒറ്റയാളിനകത്തുണ്ട്. ശമൂവേലിനെ പോലെ പ്രാഗൽഭ്യത്തോടാണ് ഞാൻ ജീവിച്ചെന്ന് പറയാൻ കഴിയുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടോ? എന്നെ കൊണ്ട് പാടാണ്. അത്രയും പ്രാഗൽഭ്യമൊന്നും എനിക്ക് പറയാനില്ല. നമ്മളൊരു പരുവത്തിലൊക്കെ ഇങ്ങനെ രക്ഷപ്പെട്ടു പോകാം. അപ്പം അത്രയും പ്രാഗൽഭ്യത്തോടെ ജീവിച്ചിട്ടും ഇതാണ് സംഭവിച്ചതെങ്കിൽ എനിക്കൊരു കാര്യം മനസ്സിലായി, ഉപദേശമാരുടെ മക്കളല്ല, ഒരു പേരൻസിനും ഏത് പേരൻസിനും ഇത് സംഭവിക്കാം. നിങ്ങൾ പറയുന്നതല്ല, ഞങ്ങളുടെ വീട്ടിലെ കുടുംബ പ്രാർത്ഥന എന്നൊക്കെ പറഞ്ഞാൽ 5 മണി എന്ന് പറഞ്ഞാൽ 5 മണിക്ക് കുടുംബ പ്രാർത്ഥന. അതുകൊണ്ട് ഈയിടയ്ക്കൊരു പാസ്റ്ററിന്റെ കുഞ്ഞിനെ വർഷം കുറുമ്പ് കണ്ടപ്പോൾ പറഞ്ഞു, പാസ്റ്ററെ ഫാമിലി പ്രയറിന് ഞാൻ എൻ്റെ വീട്ടിൽ നിർബന്ധിക്കാറില്ല, ഞങ്ങൾ പ്രാർത്ഥിക്കാതിരിക്കും, വേണേ വന്നിരുന്നോണം. അപ്പൊ ഞാൻ ചോദിച്ചു അതെന്നാ കാര്യം? എൻ്റെ പൊന്നു പാസ്റ്ററെ, എൻ്റെ ഉപദേശി അപ്പച്ചന്റെ രാവിലെ ഫാമിലി പ്രയർ എന്ന് പറഞ്ഞാൽ അത് ഞങ്ങളെ സംബന്ധിച്ചോളം പീഡനത്തിന്റെ സമയമായിരുന്നു. 5 മണി എന്ന് പറഞ്ഞാൽ 5:01 ആയാൽ അടിയുടെ വേട്ട കേട്ട. പാട്ടുറക്കെ പാടിയില്ലെങ്കിൽ അടി, കൂട്ടുവായിട്ട അടി. ഉറക്കെ വേദവസം വായിച്ചപ്പോൾ ഉച്ചാരണം തെറ്റിയാൽ അടി. കാരണം അപ്പൻ ശരിയാണ്, അപ്പൻ കർക്കശതയുള്ള കുടുംബ പ്രാർത്ഥനക്കാരൻ. അപ്പനോട് ചോദിച്ചാൽ പറയും കുടുംബത്തിന്റെ യാഗപീഠം സ്ട്രിക്റ്റ് ആക്കുക. പക്ഷെ ആ സ്ട്രിക്ട്നെസ് അവർക്ക് എന്നും ഒരു നരകമായിരുന്നു എന്നൊക്കെ ഞാൻ വിദേശത്ത് വെച്ച് കണ്ട ഒരു മനുഷ്യൻ. എന്നിട്ട് അയാൾ പറഞ്ഞു, എന്റെ ജീവിതത്തിന്റെ പറയൂ, ഈ നിർബന്ധത്തോടുള്ള കുടുംബ പ്രാർത്ഥന വേണ്ടാന്ന് വെച്ചു. അതായിരുന്നു തന്റെ തീരുമാനം. കൗണ്ടർ അറ്റാക്ക് ആണ്. അപ്പൊ എല്ലാ സ്ട്രിക്ട്നെസ്സിനകത്തുനിന്നും വഴുതി പോകാനുള്ള സാധ്യതകളെ ദൂരവേ എല്ലാവരും കാണണം. ഞാനും നിങ്ങളും എല്ലാം. മനുഷ്യൻ എന്ന നിലയിൽ ഞാൻ ഏറെ ആദരിക്കുന്ന ഒരു വ്യക്തി മഹാത്മാഗാന്ധിയാണ്. മനുഷ്യൻ എന്ന നിലയിൽ തന്നെ ഏറെ സ്വാധീനിച്ചത് ക്രിസ്തുവുമാണ്. കൈക്കൂലി വാങ്ങിക്കാത്ത ഒരു ഫക്കീറായ മനുഷ്യൻ, ഒറ്റമുണ്ട് കൊടുത്തുകൊണ്ട് ഭാരതത്തിലെ എല്ലാവരും വസ്ത്രം ധരിച്ചിട്ട് ഞാൻ മേൽമുണ്ട് ധരിക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് ഉടുപ്പൂരി കളഞ്ഞ് തോർത്ത് പുതച്ച് നടന്ന വലിയ മനുഷ്യൻ. ആ അർദ്ധനഗ്നനായ മനുഷ്യൻ സൂര്യൻ അസ്തമിക്കാത്ത രാജ്യത്തെ കിടുകിട പറപ്പിച്ചുകൊണ്ട് അവർ ഇന്ത്യ വിടാൻ നിർബന്ധിതരായി. ഈ വലിയ മനുഷ്യന്റെ മക്കൾ എന്ത് ചെയ്യും? താനിങ്ങനെ ട്രെയിനിൽ യാത്ര ചെയ്യുകയാണ്. അത് തന്റെ സെക്രട്ടറി എഴുതിയത് ഞാൻ വായിച്ചിട്ടുണ്ട്. ട്രെയിൻ യാത്ര ചെയ്യുന്നു, ഓരോ സ്റ്റേഷനിലും ഇന്ത്യ കണ്ടെത്താനുള്ള യാത്ര. ഓരോ സ്റ്റേഷനിലും ട്രെയിൻ നിർത്തുമ്പോൾ കസ്തൂർബായും ഗാന്ധിജിയും ഉള്ള ട്രെയിൻ നിർത്തുമ്പോൾ അത് മുന്നമേ അറിഞ്ഞ് 10,000 ഓരോ സ്റ്റേഷനിലും തടിച്ചുകൂടി. ഓരോ സ്റ്റേഷനിൽ വരുമ്പോൾ ബാപ്പുജിയും കസ്തൂർബായും ട്രെയിനിന്റെ ആ കമ്പാർട്ട്മെന്റിന്റെ വാതിക്ക വരും. അവര് മാലയിടും, അവർ വിളിച്ചു കൂവി ബാപ്പുജിയെ ഒരു നോക്ക് കാണാൻ. ബാപ്പുജി കീ ജയ്, ഭാരത് മാതാ കീ ജയ് എന്ന് വിളിച്ചുകൊണ്ട് അവര് വരികയാണ്. ജനങ്ങൾ തടിച്ചു കൂടുകയാണ്. ഒരു സ്റ്റേഷനിൽ നിന്ന് വണ്ടി നിർത്തിയിട്ട് അടുത്ത സ്റ്റേഷനിലേക്ക് വണ്ടി എടുക്കുമ്പോൾ പെട്ടെന്നൊരു അലർച്ച കേൾക്കാം. ഇതിനിടയ്ക്കൊന്ന് ഒരാൾ ആടി വരുന്നു, മാം എന്ന് വിളിച്ചുകൊണ്ട്. എല്ലാവരും ബാപ്പുജി വിളിക്കുമ്പോൾ ബാപ്പുജി അല്ല, മാം എന്ന് വിളിച്ചുകൊണ്ട് ഒരുവൻ ഓടി വരുന്നു. മറ്റാരുമല്ല, തന്റെ മൂത്ത മകൻ ഹരിലാലാണ്. മദ്യലഹരി ഇങ്ങനെ ആടി വരികയാണ്. വന്ന വഴിയെ ബാപ്പുജിയെ നോക്കാതെ കൈയിട്ട് ജനലിനകത്തൂടെ ഒരു മൊസമ്പി ആ കയ്യിൽ നിന്ന് എടുത്ത് അമ്മയ്ക്ക് കൊടുക്കുകയാണ്. അമ്മ, ഇത് മേടിക്കണം, മോന്റെ മുസമ്പി. അപ്പം ബാപ്പു ചോദിച്ചു പോലും, എനിക്കില്ലേ മോനെ? പറഞ്ഞു, നിങ്ങൾ ഇതിന് അർഹനല്ല, നിങ്ങൾക്കില്ല, ഇതെന്റെ മാമന് മാത്രം എന്ന് പറഞ്ഞിട്ട് വേച്ച് മദ്യലഹരിലായ മകൻ ഇങ്ങനെ മടങ്ങിപ്പോകുമ്പോൾ ബാപ്പു കുനിഞ്ഞു. കണ്ണീര് വീണോന്ന് അറിയില്ല എന്ന് സെക്രട്ടറി എഴുതി വെക്കുമ്പോൾ എന്താ ബാപ്പുവിന്റെ മക്കൾക്ക് പറ്റിയത്? എല്ലാ ധാർഷ്ട്യത്തിനകത്തുനിന്നും, എല്ലാ നിഷ്ഠകൾക്കും ആദർശങ്ങൾക്കും ആത്മീയതകൾക്കും ഒക്കെ പുറത്തുനിന്നും കൈവഴുതി പോകാൻ സാധ്യതയുള്ള അതിനെ മുൻകൂട്ടി കാണാൻ കഴിയാതെ പോയി. എല്ലാ നിഷ്ഠകളുടെയും എല്ലാ ചിട്ടകളുടെയും കൈവഴുതി പോകാനുള്ള സാധ്യതകളെ മുൻകൂട്ടി കാണാൻ കഴിയാതെ പോയ ശമൂവേൽ. ഇതൊക്കെയാണ് നമ്മൾ ചിട്ടകളൊക്കെ ഉള്ളപ്പം പോലും ചിട്ടകൾക്കകത്തുനിന്നും കൈവഴുതി പോകാം. അതുകൊണ്ടാണ് എല്ലാ ദൈവദാസന്മാരുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പറയുക. നമ്മളും ചിട്ടകളോടൊക്കെയാണ് വളർത്തുന്നുള്ള ധാർഷ്ട്യം ഉള്ളപ്പം പോലും അതിനകത്തൊന്നും കൈവഴുതി പോകാനുള്ള സാധ്യതകളുടെ ഒരു ലോകത്തെ
മുന്നറിവോടെ കാണുകയാണ്. എല്ലാവരും ഒരു നിമിഷം കൂടെ ഒന്ന് പ്രാർത്ഥിച്ച്, എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്. എത്ര പേര് ആത്മഭാരം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുമെന്ന് എനിക്കറിയില്ല. എന്റെ കത്ത് ഭയങ്കര ഒരു ഭാരം. ഞാനും ഒരു അപ്പനാണ്, ഞാനൊരു ശുശ്രൂഷകനാണ്. ഒപ്പം ഈ കുഞ്ഞുങ്ങളെ എല്ലാവരും വിമർശിക്കുന്നു. ആ കുഞ്ഞുങ്ങൾ ശരിയല്ലെന്ന് പറയും. അവര് ദശാംശം മേടിച്ചിട്ട് ആ പാടത്തോട് ജീവിച്ചെന്ന് പറയും. പക്ഷെ ഈ മക്കളെ സ്ട്രെസ് ആരാ കാണുക? ആ മക്കളുടെ അകത്ത് വ്യാപരിക്കുന്ന ആ സ്ട്രെസ്ഫുൾ സിറ്റുവേഷനെ ആരാ കാണുക? അത് നാളെ സഭ കേൾപ്പിക്കാൻ പോകുന്ന വേറൊരു മുഖം എന്താണ്? അതുകൊണ്ട് ഈ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കും. ശമൂലിന്റെ മക്കൾ പോയത് ശമൂലിന്റെ കുറ്റമാ? ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും പറയാമോ ശമൂലിനെ കുറ്റപ്പെടുത്താം? അപ്പൊ ഇതൊന്നും ആരുടെയും കുറ്റമല്ല. പക്ഷെ ഇവിടെയാണ് ഒരു പ്രയർ സപ്പോർട്ട് ആവശ്യം. കുറച്ചു നേരം ഒരു 2 മിനിറ്റെങ്കിലും ഒന്ന് പ്രാർത്ഥിച്ചു. നമ്മുടെ അറിവിലുള്ള എല്ലാ ദൈവദാസന്മാരുടെയും കുഞ്ഞുങ്ങൾ, അതിവിടെയുമാകട്ടെ, അമേരിക്കയിലാകട്ടെ, ഇന്ത്യയിലാകട്ടെ, നമ്മുടെ മാതൃരാജ്യത്താകട്ടെ, വിമർശിക്കാൻ വരട്ടെ, ശരിയല്ലെന്ന് പറയാൻ വരട്ടെ. ശരിയാകാതിരിക്കാൻ വേണ്ടിയല്ല, അവർ ശരിയായതുകൊണ്ടാണ് ഇത് സംഭവിച്ചത്. അവിടെയാണ് എന്റെ പ്രശ്നം. അവർ നേരിന്റെ വഴിയെ നടന്നതുകൊണ്ടായി സംഭവിച്ചത്. അവർ കൈക്കൂലി മേടിച്ചിരുന്നെങ്കിൽ, അവർ ആ ട്രാൻസ്ഫറിന് പോകാതിരുന്നെങ്കിൽ, അവർ ആരുടെയെങ്കിലും ഒക്കെ പുറത്തു പോയി 2 കള്ളപ്രവചനം പറഞ്ഞ് പൈസ മേടിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത് ഉണ്ടാകത്തില്ല. അവരുടെ നേരിന്റെ വഴികളിൽ എവിടെയോ സ്ട്രെസ്സിന്റെ മനസ്സിലാക്കാതെ പോയിട്ട് നേരുകളിന്റെ വഴിയിലോട്ടൊക്കെ ഇങ്ങനെ വഴിമാറിപ്പോകുമ്പോൾ അതിന്റെ പിന്നിലെ കോസിനെ കാണാതെ പോകാൻ കഴിയരുതേ. അതിന്റെ പിന്നിലെ കാരണത്തെ കാണാതെ പോകരുതേ. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ആരെങ്കിലും ഒരാള് അൺമ്യൂട്ട് ചെയ്ത് ഹോസ്റ്റ് ഒന്ന് അനുവദിക്കുക. കർത്താവെ, എല്ലാ ദൈവദാസന്മാരുടെയും കുഞ്ഞുങ്ങളെ ഓർത്തുകൊണ്ടൊന്ന് പ്രാർത്ഥിച്ചാൽ, ആരെങ്കിലും ഒരാൾ ആത്മഭാരമുള്ള ഒരാള് ഒക്കുമെങ്കിൽ, പാസേജ് വളർന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കത് കുറച്ചുകൂടെ മനസ്സിലാക്കും. ആരെങ്കിലും ഒരാളൊന്ന് അൺമ്യൂട്ട് ചെയ്ത് ലോകമെമ്പാടുമുള്ള, പ്രത്യേകിച്ച് ഭാരതത്തിലൊക്കെ ഉള്ള എല്ലാ ദൈവദാസന്മാരുടെയും മക്കളെ ഓർത്ത് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചാൽ അവിടെ കുടുംബം. Gracious loving Father, we come before you in the name of Jesus. Lord, as your servant of God has shared about this message, Lord, it really touched, because we had gone through that place, Lord. We had gone through that area, Lord, that reminded our childhood life when my dad is a pastor. And there were a lot of restrictions in our life, Lord. And that made me to think and took a bad ways in my life. What your servant of God is sharing, കർത്താവേ, സത്യമാ കർത്താവേ. ദൈവദാസൻ ഇന്നും സംസാരിക്കുന്നത്, ദൈവജനത്തിൽ കൂടെ സംസാരിക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചതാ കർത്താവേ. ഞങ്ങളുടെ ചെറുപ്പത്തിലെ കർത്താവേ, ഞങ്ങൾക്ക് ഇതുപോലെ ഏരിയയിൽ കൂടെ പോയത് കർത്താവ്, ഞങ്ങൾക്ക് റെസ്ട്രിക്ഷനിൽ കൂടെ ജീവിച്ച് അങ്ങനെ കർത്താവേ എന്റെ ജീവിതം പൊട്ടിത്തെറിച്ച് എന്റെ പപ്പയുടെ അഗെയിൻസ്റ്റ് ആയിട്ട് പോകാൻ കാരണം. Lord, we pray for every servant of God. എല്ലാ ദൈവദാസന്മാരെ ഞങ്ങൾ ഏൽപ്പിക്കുന്നു കർത്താവേ. നാട്ടിലും അമേരിക്കയിലും ഗൾഫിലും എവിടെ ദൈവദാസന്മാർ അവരുടെ ഫാമിലി, അവരുടെ കുഞ്ഞുങ്ങളെ ഒന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവരുടെ ജീവിതത്തിൽ കർത്താവേ, ആ കുഞ്ഞുങ്ങൾ പോകുന്ന സ്ട്രെസ് ആർക്കും മനസ്സിലാവുന്നില്ല. ദൈവദാസന്മാർ കുടുംബത്തോട് അവർ പോകുന്ന സ്ട്രെസ് ആർക്കും മനസ്സിലാവത്തില്ല.
എപ്പോഴും ഞങ്ങളുടെ കാര്യങ്ങൾ മാത്രം പാസ്റ്ററോട് പറയും. പക്ഷെ പാസ്റ്ററിന്റെ കാര്യങ്ങൾ, അവരുടെ കുടുംബത്തിന്റെ കാര്യങ്ങൾ, അവരുടെ കുഞ്ഞുങ്ങളുടെ കാര്യം ആരോടും പറയാനില്ല. Lord, we pray for every servants of God. You bless them abundantly, God. Lord, you bless them, use them. അവരുടെ എല്ലാ കാര്യങ്ങളും കർത്താവേ കൂടി പ്രാർത്ഥിക്കുന്നു. അവരെ മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. So that Lord, this won't be happen in the next generation. We just submit, Lord, the word what has been spoken to us, Lord. ദൈവവചനത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ യേശുവിനെ കേൾക്കണമേ. ആമേൻ. രണ്ടോ പേരൂടെ പ്രാർത്ഥിച്ചാട്ടെ. കർത്താവദാസൻ ശിവപാസ് ആ ഭാരത്തോടത് പ്രാർത്ഥിച്ചല്ലോ. അങ്ങനെ ആത്മഭാരം തോന്നുന്ന ആരെങ്കിലും ഒക്കെ ഇതിനകത്ത് ഉണ്ടായിരുന്നല്ലോ. ദയവായിട്ട് 1-2 പേരൂടെ അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിച്ചാട്ടെ. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, ഞങ്ങൾ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ ദാസനിലൂടെ ഞങ്ങളെ കേൾപ്പിച്ച അങ്ങയുടെ വചനത്തിനായി സ്തോത്രം. ഭാരതത്തിൽ, കർത്താവെ, അമേരിക്കയിൽ, ലോകമെമ്പാടുമുള്ള ദൈവദാസന്മാരുടെ കുഞ്ഞുങ്ങളെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ചു തരികയാണ്. അവര് ഗോ ത്രൂ ചെയ്യുന്ന എല്ലാ ചലഞ്ചസും, കർത്താവെ, പാഴ്സനേജിൽ പ്രത്യേകിച്ച് വളരുന്ന കുഞ്ഞുങ്ങൾ, കർത്താവെ, പലരും അവരുടെ മുഖത്ത് നോക്കി പലതും വിളിച്ചു പറയുമ്പോൾ, ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ, കർത്താവെ, അവരുടെ ഹൃദയം വല്ലാതെ തകർന്നു പോകുന്നു. അവർക്ക് സുവിശേഷ പ്രവർത്തനത്തോട് താല്പര്യമില്ലാത്തവരായി തീരുന്നു. അത് അവരുടെ ആഗ്രഹത്തിന് വിപരീതമായിരിക്കാം. കർത്താവെ, അവർ ഗോത്രൂ ചെയ്യുന്ന സ്ട്രഗിളിന്റെ തൽഫലമായിട്ടാണ് അത് സംഭവിക്കുന്നത്. കർത്താവെ, ഈ സമയത്ത് നിന്റെ മക്കളാകുന്ന ഞങ്ങൾ ഒരുമിച്ച് ആ ഭാരം ചുമക്കുന്നു. ദൈവമേ, ഹൃദയവേദനയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഇളം തലമുറ ദൈവത്തെ അറിയണം. ഞങ്ങൾ ആരാധിക്കുന്ന, ഞങ്ങൾ സേവിക്കുന്ന, ഞങ്ങൾ ശുശ്രൂഷിക്കുന്ന ഞങ്ങളുടെ കർത്താവിന്റെ ഉത്തമ സാക്ഷികളായിട്ട് അവർ, കർത്താവെ, വരും ദിവസങ്ങളിൽ ഈ ലോകത്ത് ജീവിക്കണം. അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അവരുടെ മേൽ സ്വർഗത്തിലെ അപ്പച്ചന്റെ, കർത്താവെ, കരവോടുന്ന് കൂടെയിരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അനേക തകർന്നു പോകുന്ന തലമുറകളെ ഞങ്ങൾ കാണുന്നു. കർത്താവെ, അവരെ ക്രിട്ടിസൈസ് ചെയ്യാതെ അവർക്ക് വേണ്ടി ആത്മഭാരത്തോട് പ്രാർത്ഥിപ്പാൻ, കർത്താവെ, ഹൃദയവേദനയോട് പ്രാർത്ഥിപ്പാൻ ദൈവമേ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ഈ പ്രാർത്ഥിക്കുന്ന ഈ നിമിഷത്തിൽ തന്നെ ദൈവാത്മാവ്, കർത്താവെ, തകരുന്ന ഹൃദയങ്ങളെ കർത്താവെ ബലപ്പെടുത്തണമേ. തിരുവചനത്തിൽ ഞങ്ങൾ വായിക്കുന്ന പോലെ ഹൃദയം തകർന്നവർക്കും മനസ്സും മുറിഞ്ഞിരിക്കുന്നവർക്കും യഹോവ സമീപസ്ഥനായ ദൈവത്തിന്റെ കൃപ ഈ കുഞ്ഞുങ്ങളെ അവിടുന്ന് സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവമായ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആ ഏരിയയിൽ ഇതിന്റെ രണ്ടിന്റെയും ഇടയില് ഏറ്റവും ഞെരുങ്ങിയത് ആരായിരിക്കാം? അപ്പന്റെ കാർക്കശ്യതകൾക്ക് പിന്നിലും മക്കളുടെ ആഗ്രഹങ്ങൾക്കിടയിലും ഏറെ ഞെരുങ്ങുന്ന ഒരാളുണ്ട്. വിളിയില്ലാതെ സുശേഷ വേലയ്ക്ക് ഇറങ്ങിയെന്നൊക്കെ കംപ്ലൈന്റ് കേൾക്കുന്ന, ഭർത്താവിന്റെ ദർശനം അവർക്കില്ലെന്ന് പറയുന്ന ജീവിത പങ്കാളികൾ. മക്കളുടെ ആഗ്രഹങ്ങൾക്കും അപ്പന്റെ ദർശനത്തിനും എല്ലാ സുവിശേഷകരുടെയും എല്ലാ കർത്തദാസന്മാരുടെയും ജീവിത പങ്കാളികൾ
പക്ഷെ ഒരു പോസ്റ്റ് മോഡേൺ ന്യൂജൻ ചർച്ചിന്റെ ആ ഒരു സ്റ്റൈലിൽ കാണുന്നവർക്ക് ഇത് മനസ്സിലാകത്തില്ല. പക്ഷെ ട്രഡീഷണൽ പെന്തക്കോസ്തൽ ചർച്ചിന്റെ പാസ്റ്റർ എന്ന നിലയിൽ, അങ്ങനെയുള്ള കുറെ ശുശ്രൂഷകരുടെ ഒരു സെൻട്രൽ പാസ്റ്റർ എന്ന നിലയിൽ അവിടെ സ്ട്രെസ് ആരാ കാണാൻ കഴിയും? എല്ലായിടത്തും പാസ്റ്റേഴ്സ് മീറ്റിംഗ് ഉണ്ട്, പക്ഷെ പാസ്റ്റർ വൈസ് മീറ്റിംഗ് ഒന്നുമില്ല. ഇങ്ങനെ എല്ലാ ഇടയിൽ ഞെരുങ്ങിപ്പോകുന്നവർ. നമ്മൾ എളുപ്പത്തിൽ പറയും, കർത്താവിന്റെ ദാസന്റെ ദർശനം നമുക്കില്ല. അതൊന്നും അങ്ങനെ പെട്ടെന്നൊന്നും ഉണ്ടാകുന്നതല്ല. സ്പേസ് വേണം. സ്പേസും ടൈമും കൊണ്ടൊക്കെ ഇതൊക്കെ ശരിയാകും. അങ്ങനെ സ്ട്രെസ്സിന്റെ ലോകത്തേക്ക് പോയി രോഗികളായി പോയ ഒത്തിരി സഹോദരിമാരെ എനിക്കറിയാം. മെന്റൽ സ്ട്രെസ് കൊണ്ട് രോഗിയായി പോയ, ഡിപ്രസ് ആയി പോയ എത്രയോ പേര്. എത്ര വരുന്ന അവരുടെ ജീവിത പങ്കാളികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതുകൊണ്ട് തന്നെ കർത്തദാസന്മാരുടെ ഭാര്യമാരുടെ മക്കൾ എന്ന നിലയിൽ അവരെടുക്കുന്ന, എന്നോട് പറഞ്ഞിട്ടുണ്ട്, ആദ്യത്തെ തീരുമാനം, എൻ്റെ അമ്മയുടെ ബുദ്ധിമുട്ട് ഒരു വാക്കും ഉണ്ടാകരുത്, അതുകൊണ്ട് ആരും പാസ്റ്റർമാരുടെ ഭാര്യമാരാകരുതെന്ന് ശാഠ്യം പിടിക്കുന്ന ദൈവദാസന്മാരുടെ മുമ്പിൽ എൻ്റെ അമ്മയ്ക്കുണ്ടായ ബുദ്ധിമുട്ട് ആർക്കും ഉണ്ടാകും. എൻ്റെ അമ്മ ഇങ്ങനെ പച്ചയ്ക്ക് ചീത്ത വിളിക്കുമ്പോ പ്രതികരിക്കാൻ കഴിയാതെ പോയിട്ട് ദണ്ണം ഇപ്പോഴും എൻ്റെ അകത്തിരിപ്പുണ്ട്. പച്ചയ്ക്ക് എൻ്റെ അമ്മ ചീത്ത വിളിച്ചിട്ട് പ്രതികരിക്കാൻ കഴിയാതെ പോയിട്ട് എന്നിട്ടും അമ്മ പോയി ക്ഷമ പറയുന്നു, എൻ്റെ അകത്തിരിപ്പുണ്ട്. ആരെങ്കിലും ഒന്ന് രണ്ട് സഹോദരിമാർ കർത്തദാസന്മാരുടെ ജീവിത പങ്കാളികളെ കുറിച്ച് പ്രാർത്ഥിച്ചിട്ട് അങ്ങനെ ഒരു ഭാരം തോന്നുന്നു സഹോദരിമാരെ. സ്തോത്രം, സ്തോത്രം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗസ്ഥ പിതാവേ, കർത്താവേ, ഇന്ന് രാത്രി കാലം നിന്റെ വചനത്തിൽ നിന്ന് ദാസൻ ഞങ്ങളോട് സംസാരിച്ചല്ലോ കർത്താവേ. ഹല്ലേലൂയ. ഇന്ന് രാത്രി കാലം യാഥാർത്ഥ്യങ്ങളെ കുറിച്ച് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടെ കർത്താവെ കാണുവാൻ ഞങ്ങൾക്ക് ഇടയാക്കിയതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. കർത്താവേ, ഇന്ന് രാത്രി കാലം പ്രത്യേക ഞങ്ങളുടെ ശുശ്രൂഷകന്മാരുടെ ഭാര്യമാരെ, സിസ്റ്റേഴ്സിനെ നിന്റെ കരങ്ങൾ വെക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. അവർ പോകുന്നതായ സ്ട്രെസ്സുകൾ കർത്താവെ എത്രമാത്രം ഉണ്ടെന്ന് ഒന്നോട് ചിന്തിക്കുവാൻ ഇടയാക്കിയതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സ്ട്രെസ്സിന്റെ കർത്താവെ മധ്യത്തിൽ അവർ തകർന്നു നീ സഹായിക്കുമാറാണ്. നിന്റെ കർത്താവെ വേണ്ടുന്നായ ബലവും ശക്തിയും നീ അവർക്ക് കൊടുത്തുകൊള്ളുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്വർഗമായ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഒരാളോട് സഹോദരിമാരുടെ ഒരു ഭാരം പ്രാർത്ഥിച്ച ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്ന ഏതോ ഒരു ഡിവൈസ് അടുത്തിരിപ്പുണ്ട്. അതിന്റെ ഏതെങ്കിലും ആരെങ്കിലും ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്ന ഒരാൾ കൂടെ പ്രാർത്ഥിച്ചാട്ട് സഹോദരിമാരെ, കർത്തദാസന്മാരുടെ ഭാര്യമാരെ ഓർത്ത് പ്രാർത്ഥിച്ച പരിശുദ്ധനായ ഞങ്ങളുടെ പിതാവേ, അവിടുത്തെ പാദപീഠത്തിൽ അവിടുത്തെ വചനത്തിന്റെ മുമ്പാകെ ഇത്രയും സമയം ഇരിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചു. കർത്താവെ, അവിടുത്തെ വചനത്തിൽ കൂടെ അവിടുത്തെ വിലയേറിയ ദാസൻ ഞങ്ങളോട് സംസാരിച്ച വിഷയങ്ങളെ ദൈവത്തിന്റെ പാദപീഠത്തിൽ വയ്ക്കുന്നു കർത്താവെ. ഒന്നുകൂടെ പുറകോട്ട് ചിന്തിക്കുവാൻ കർത്താവെ ഉൾക്കണ്ണുകൊണ്ട് ഒന്നുകൂടെ ദൈവദാസിമാരുടെ പ്രശ്നങ്ങളെ മനസ്സിലാക്കുവാൻ കർത്താവെ ഇടയാക്കിയതിനായിട്ട് അങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു കർത്താവെ. ഈ സമയവും എല്ലാ ദേവദാസന്മാരുടെയും ഭാര്യമാരെ
ഹല്ലേലൂയ. അവരെ ദൈവത്തിന്റെ കരത്തിൽ വെച്ച് പ്രാർത്ഥിക്കുന്നു. അവരോട് മനസ്സലിയണമേ. ഹല്ലേലൂയ. കർത്താവിന്റെ കൃപയിൽ നിലനിൽപ്പാൻ കർത്താവേ പുതിയ കൃപയും ശക്തി അവർക്ക് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതേ കർത്താവേ, വിശ്വാസികളായി ഞങ്ങൾ അതൊക്കെ മനസ്സിലാക്കി ദൈവമേ അവരെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുവാനും സഹായിപ്പാനും ഹല്ലേലൂയ സ്നേഹിപ്പാനും കരുതുവാനും ഒക്കെ ഞങ്ങൾക്ക് കർത്താവ് കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അന്ത്യത്തോളം വിശ്വസ്തയോടെ നിപ്പാൻ അവരെ വീണ്ടും താഴ്ത്തി ഏൽപ്പിക്കുന്നു. സഹായത്തിന്റെ കരങ്ങളെ കർത്താവ് അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അങ്ങൊരു വഴി തുറന്നാൽ ആർക്കും അടയ്ക്കാൻ പറ്റത്തില്ലല്ലോ. കർത്താവെ അവരാരും കണ്ണുനീർ ഒഴുക്കുവാനിടയാകാതെ അവിടുത്തെ സന്നദ്ധയിൽ സന്തോഷത്തോടെ ആയിരിക്കാനും കർത്താവിന്റെ വേല അതീവ ജാഗ്രതയോട് സന്തോഷത്തോട് ചെയ്യുവാൻ കർത്താവർക്ക് കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാനുള്ള സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ യാചിക്കുന്നു, കേൾക്കണ പിതാവേ. ആമേൻ. ആമേൻ. നാം ഓർക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഭയങ്കര ചിട്ടകളോടെ നാം വളർത്തുമ്പോഴും ശമൂവേലിനെ പറ്റിപ്പോയ ഒരു കാര്യമുണ്ട്. എവിടെയോ ഒന്ന് വിരലുകൾക്കിടയിൽ നിന്ന് ചിട്ടകൾക്കകത്തുനിന്ന് ഇവരിങ്ങനെ വഴുതി പോകുമെന്ന് ആ വലിയ മനുഷ്യന് ദൂരവേ ഒന്ന് കാണാൻ കഴിഞ്ഞില്ല. ഇങ്ങനെ ഒരു അണ്ടർ സ്ട്രീം അവരുടെ അകത്തൂടെ ഒഴുകുന്നുണ്ടെന്ന്. നാളെ ഒരു അവസരം വരുമ്പോ അത് അണപൊട്ടി ഒഴുകുമെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ പോയതാണ് ഒരപ്പനെന്ന നിലയിൽ ആ മനുഷ്യന്റെ ഒരു തെറ്റ്. അത് തെറ്റുമല്ല, കാരണം അങ്ങനെ ശരിയായിരുന്നു. 100% ആ മനുഷ്യൻ ശരിയായിരുന്നു. പക്ഷെ ഈ അണ്ടർ കറണ്ടിനെ എവിടെയോ ഒന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ നേരത്തെ ഒന്ന് പ്രൊട്ടക്ട് ചെയ്തിരുന്നെങ്കിൽ ന്യായപാലനം കൈ കിട്ടിയപ്പോൾ അവരൊരിക്കലും കൈക്കൂലിയുടെ മുമ്പിൽ അത് മേടിക്കില്ലായിരുന്നു. അപ്പൊ ഒരു ദീർഘദർശനത്തോടെ അതിനെ ഒന്ന് കാണാനായിട്ട് കഴിയാതെ പോയ ഒരു പരാജയം അപ്പനെന്ന നിലയിൽ ശമ്മനെ പഠിപ്പിക്കുകയാണ്. ഇത് നമ്മളെല്ലാവരും ഓർക്കേണ്ട ഒരു കാര്യമാണ്. ഞാനും നിങ്ങളുമെല്ലാം, നമ്മളെല്ലാവരും നമ്മളിങ്ങനെയൊക്കെ വളർത്തിക്കൊണ്ട് വരുമ്പോഴും ഒത്തിരി അവിടെ അകത്തൂടെ പോകുന്ന ആ ഒരു ലൈനുകളുണ്ട്. അതെപ്പോ പുറത്തു വരും ആർക്കും പറയാനൊക്കത്തില്ല, ഇന്നല്ലെങ്കിൽ നാളെ. പക്ഷെ നാളെ പുറത്തു വരാൻ സാധ്യതയുള്ള ഒന്നിനെ മുന്നമേ കണ്ട് പ്രാർത്ഥനയെ പ്രതിരോധിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ലയോ എന്നുള്ളത് ഒരു പ്രശ്നമല്ലേ. സ്നാനപ്പെട്ടപ്പോ ന്യായപാലനം വരെ എത്തി, ശുശ്രൂഷ വരെയൊക്കെ എത്തി. അതിക്കുള്ളൊക്കെ ഒരു മനുഷ്യൻ എന്താ ചെയ്യുക? മക്കളെ ആ ശുശ്രൂഷയുടെ ലോകത്തേക്ക് വരെ കൊണ്ടെത്തിക്കാൻ ശമുവിന് കഴിഞ്ഞു നിന്ന് ഉള്ളത് ചെറിയൊരു കാര്യമാണ്. അപ്പം അവിടം വരെയൊക്കെ എത്തിച്ചെങ്കിലും അത് കഴിഞ്ഞ് സംഭവിക്കാൻ പോകുന്ന ചിലതിനെ ഒന്ന് മുൻകൂട്ടി കാണാൻ കഴിയാതെ പോയതിന്റെ ഒരു ബാക്കി പത്രമാണ് ഇസ്രായേലിനുണ്ടായ അപജയം. അതുകൊണ്ടാണ് രാജഭരണത്തിലേക്ക് പോയത്. അതുകൊണ്ടാണ് ആ ദേശം രണ്ടായിട്ട് മാറിയത്. അതുകൊണ്ട് എല്ലാ മക്കളുടെയും സൈക്കോളജിക്കൽ സ്ട്രെസ്സസിനെ മനസ്സിലാക്കാൻ പേരൻസ് എന്ന നിലയിൽ കർത്താവെ ഞങ്ങൾക്ക് കുറച്ചുകൂടെ കഴിയണമേ എന്ന് മുൻകൂട്ടി കാണാൻ നമ്മൾ പ്രാർത്ഥിക്കണം. ചെറിയൊരു കാര്യമല്ല. അവിടെയൊക്കെയാണ് ഈ സൈക്കോളജിക്കൽ സ്ട്രെസ്സസിനെ എന്നും നേരത്തെ കണ്ടിരുന്നത് അപ്പനും അമ്മയല്ല. അതുകൊണ്ടായിരുന്നു നമ്മുടെ നാട്ടിലെല്ലാ അപ്പച്ചന്മാരും അമ്മച്ചിമാരും, അവരുടെ എല്ലാം ഇടയ്ക്ക് അപ്പച്ചന്മാരും അമ്മച്ചിമാരും അവരുടെ ഒരു തന്മയത്വത്തോടു കൂടിയ, കാരണം അവർ 2 തലമുറ കണ്ടതാണ്. അവരുടെ ആ സ്നേഹത്തിന്റെ കരവലയത്തിനകത്ത് ഇത് പലതും ഉരുകിപ്പോകുവാൻ പലരും വന്നെല്ലാം പറയുന്നത് അപ്പച്ചന്മാരുടെ അമ്മച്ചന്മാരുടെ, അവരെ ഓർത്താണ് പലരും തിരിച്ചു വരിക. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പേരൻസ് എന്ന നിലയിൽ കർത്താവെ കുറച്ചുകൂടെ ഇവരുടെ അകത്ത് പോകുന്ന അണ്ടർ കറൻസ് അതൊന്നും മനസ്സിലാക്കാൻ കുറച്ചുകൂടെ, അതൊന്നും കൗൺസിലിങ്ങിനോ വലിയ 10 പുസ്തകം വായിച്ചാലൊന്നും കിട്ടണമല്ല. കാരണം ഓരോരുത്തരുടെയും സിറ്റുവേഷൻ ഡിഫറെന്റ് ആണ്, ഓരോരുത്തരുടെയും കേസ് ഡിഫറെന്റ് ആണ്, ഓരോരുത്തരുടെയും മനോഭാവം വ്യത്യാസമാണ്. അതിനെ അവർ രൂപപ്പെടുത്തുന്ന പലത് കാണും, നമുക്കറിയില്ല. അതാണ് ലോകം. അതുകൊണ്ട് കർത്താവെ ഞങ്ങൾ നിസ്സഹായരാണ്. പക്ഷെ ഞങ്ങൾക്ക് ഇത് മനസ്സിലാക്കാനുള്ള ഒരു കൃപ തരിക എന്നല്ലാതെ വേറെ ഒരു വഴിയില്ല. നമ്മുടെ കാർക്കശ്യതകളും നമ്മുടെ ചിട്ടകളും നമ്മുടെ നിഷ്ഠകളും അതിനകത്തുനിന്നും
വഴുതിപ്പോകാൻ സാധ്യതയുള്ളപ്പോൾ ദൈവമേ കുറച്ചുകൂടെ കൃപ തരണേ പേരൻസ് എന്ന നിലയിൽ ഇതിനെയൊക്കെ ഒന്ന് ദൂരെ കണ്ടിട്ട് ഒന്ന് പ്രൊട്ടക്ട് ചെയ്യുവാൻ. അവരുടെ മനസ്സിൽ എന്താണ് കടന്നു പോകുന്നത് അറിയാൻ കഴിയുന്നില്ല. ഒരു പക്ഷേ ഈ കാര്യം അവരാരും പറഞ്ഞും കാണത്തില്ല. പറഞ്ഞിരുന്നെങ്കിൽ ശമുവേൽ ഒരിക്കലും അവരെ കൊണ്ടുവരത്തില്ലായിരുന്നു. അത്ര വലിയ മനുഷ്യനാണ്. മക്കളോ ആയില്ലേലും വേണ്ടില്ല, അർഹതപ്പെട്ടവർ വരട്ടെന്ന് പറയുന്ന ഉന്നത വിശാല വീക്ഷണമുള്ളവനായിരിക്കണം ശമുവേൽ. കാരണം അങ്ങനെ ഏരിയുടെ വീട്ടിലാണ് വളർന്നത്. പക്ഷേ അതിനെ മുൻകൂട്ടി കാണാൻ കഴിയാതെ പോയി. അതുകൊണ്ട് എല്ലാ പേരൻസിനും ആ കൃപ കിട്ടാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കുറച്ചുകൂടെ മുന്നവേ ഒന്ന് മനസ്സിലാക്കാൻ എന്താണ് അവരുടെ അകത്തൂടെ. ഓരോരുത്തരും ഡിഫറെന്റ് ആണ്. ജനറലൈസ് ചെയ്യാൻ കഴിയാത്ത ഇൻഡിവിജ്വലായിട്ട് പോകുന്ന ഒത്തിരി ഉണ്ട്. അതിനെ ഇൻഡിവിജ്വലായിട്ട് മനസ്സിലാക്കാൻ പേരൻസ് എന്ന നിലയിൽ, ഗ്രാൻഡ് പേരൻസ് എന്ന നിലയിൽ കർത്താവെ ഞങ്ങൾക്ക് കുറച്ചുകൂടെ മുൻകൂട്ടി കണ്ട് അവരെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള കൃപ കിട്ടണമെന്ന് നമുക്ക് ഈ ഉപവാസ പ്രാർത്ഥനയും പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചാട്ട് എല്ലാ പേരൻസിനെയും സമർപ്പിച്ചു, കർത്തദാസന്മാരെയും ഭാര്യമാരെയും ഒക്കെ നമ്മൾ സമർപ്പിക്കും. പക്ഷെ എല്ലാ പേരൻസിനും ഇതേ ഇതുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനൊരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാവരും കണ്ണുകളടച്ച് പേരൻസ് എന്ന നിലയിൽ അതിനുള്ള ഏറ്റവും വലിയ വഴി യോബ് തന്റെ സ്നേഹിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഓരോരുത്തരും സ്ട്രെസ്സിൽ കൂടെ കടന്നു പോകുന്ന പേരൻസ് ഉണ്ട് അവിടെ. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ചർച്ചിനകത്ത് തന്നെ എത്ര പേരെ പരസ്പരം പങ്കുവയ്ക്കുമെന്ന് എനിക്കറിയത്തില്ല. പങ്കുവയ്ക്കുന്ന ആത്മീയത ഉള്ളിടത്ത് മനസ്സിലാകും ഇന്ന കുടുംബം പേരൻസ് എന്ന നിലയിൽ സ്ട്രെസ്ഫുൾ ലൈഫാണ്. അവർ ചില നിസ്സഹായരായിട്ട് പോവുകയാണ്. ആ നിസ്സഹായതയിൽ അതിന്റെ റീസൺസ് അന്വേഷിക്കുക അല്ല ഇപ്പൊ നമ്മുടെ ജോലി. നമുക്ക് ഇൻവെസ്റ്റിഗേഷൻ ഡ്യൂട്ടി ഒന്നുമില്ല. പക്ഷെ നമുക്ക് അവരെ എല്ലാം ഉയർത്താം. സ്ട്രെസ്സിൽ കൂടെ കടന്നു പോകുന്ന ഈ ഒരു വിഷയത്തിൽ എവിടെ ഒരു ഇടർച്ചയിൽ കൂടെ കടന്നുപോയ മക്കൾക്ക് വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്നവരൊത്തിരി നമ്മുടെ കൂട്ടായ്മയ്ക്കകത്തുണ്ട്. 100% ഇതൊക്കെ സത്യമാണ്. ഈ കൂട്ടായ്മയ്ക്കകത്തുണ്ട് അങ്ങനെയുള്ള പേരൻസ്. അതുകൊണ്ട് എല്ലാ പേരൻസിനെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ തോളുകൾക്ക് ശക്തി കൊടുക്കണേ. ശബാലകത്തിന് ഹപ്തനറിക്കല ഭക്ഷണി ഭക്തര ഹപ്തനറിക്കല ഭക്ഷണി പൂരക്കലകന ഹപ്തനറിക്കല ഭക്ഷണ ബൗഡവരത്തന ഹപ്തനറിക്കല ബാലകന. എല്ലാവരും പ്രാർത്ഥിച്ച് താവേ ഞങ്ങളുടെ കൂട്ടായ്മയ്ക്കകത്ത് ഈ സൂമിൽ തന്നെ കുഞ്ഞുങ്ങളുള്ള ബന്ധത്തിൽ, ഷിഫ്റ്റ് ഡ്യൂട്ടിയൊക്കെയുള്ള ബന്ധത്തിൽ കർത്താവെ വല്ലാതെ സ്ട്രെസ്സിൽ കൂടെ പോകുന്ന ഡ്യൂട്ടിയും മോർഗേജും രണ്ടറ്റവും കൂട്ടുമുട്ടിക്കാൻ രാപ്പകരില്ലാതെ ഓടുന്നതിനിടയ്ക്ക് എവിടെയോ അവരെ മനസ്സിലാക്കാൻ കഴിയാതെ പോയി. മനസ്സിലാക്കിയിട്ട് നിസ്സഹാരായി പോയി. ഇപ്പോൾ കർത്താവെ ഹൃദയം കൊണ്ട് ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് വല്ലാതെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ടെൻഷൻ അടിക്കുന്ന, നിസ്സഹായകതയോട് നോക്കി നിൽക്കുന്ന ഒത്തിരി പേരൻസ് ഉണ്ട് കർത്താവെ. ഞങ്ങളെ മാതാപിതാക്കളെ മുഴുവൻ ദൈവകരങ്ങളിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കും. അവരുടെ തോളുകൾക്ക് ശക്തി കൊടുക്കണേ. അവർക്ക് വിഷ്ടം കൊടുക്കണേ. അവർക്ക് വലിയ വിഷ്ടം കൊടുക്കണേ.
കർത്താവെ, ഞങ്ങൾ പേരൻസ് എന്ന നിലയിൽ ഞങ്ങൾ വിഷ്ടത്തിന് വേണ്ടി ചോദിക്കും. വി നീഡ് വിസ്റ്റം. We need divine wisdom to handle our kids, to handle our teens, to handle our youth. ഞങ്ങൾക്ക് അത് തരണേ കർത്താവേ. ഞങ്ങൾ പലപ്പോഴും കർത്താവെ, മനുഷ്യരെന്ത് ചിന്തിക്കുമെന്നൊക്കെ ഉള്ള ആസ്ത്രകളായിരിക്കാം ശമുവേലിനും പോയത്. പക്ഷെ ഇതിന്റെ എല്ലാം അകത്തുള്ള ആ ഒരു നാരോപാത്ത് ദൈവത്തിന്റെ ഇഷ്ടത്തിൽ അത് കൊണ്ടുപോകുക. ഓരോരുത്തരുടെയും ഇൻട്രസ്റ്റ് വ്യത്യാസമാണ്, കേസസ് വ്യത്യാസമാണ്, സിറ്റുവേഷൻസ് വ്യത്യാസമാണ്. പക്ഷെ ഇതിന്റെ എല്ലാ സിറ്റുവേഷനിലും ഞങ്ങൾക്ക് തരുന്ന ഡിവൈൻ വിഷ്ടത്തിനായി സ്തോത്രം. ഞങ്ങളുടെ ഓരോ കുഞ്ഞുങ്ങളും യുണീക്കാണ്. ഓരോ കുഞ്ഞുങ്ങളുടെയും പ്രശ്നങ്ങൾ യുണീക്കാണ്. ഓരോ കുഞ്ഞുങ്ങളുടെ ആറ്റിറ്റ്യൂഡ് യുണീക്കാണ്. അതുകൊണ്ട് പ്രശ്നങ്ങളെ ജനറലൈസ് ചെയ്യാതെ ഓരോരുത്തരെയും ഇൻഡിവിജ്വലി ആ ഡിവൈൻ വിഷ്ടത്തിന് ഹാൻഡിൽ ചെയ്യാനുള്ള കൃപ എല്ലാ പേരൻസിനും കർത്താവ് കൊടുക്കണേ. എല്ലാ കുടുംബങ്ങൾക്കും കൊടുക്കണേ കർത്താവേ. അതിനുള്ളൊരു കൃപയ്ക്കായി ഞങ്ങൾ യാചിക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിച്ചാട്ടെ യേശുവിൻ നാമത്തിൽ. എല്ലാ പേരൻസിനെയും ഞാൻ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ഉയർത്തിയിടും ഞാൻ എന്റെ കണ്ണുകൾ ഉയർത്തിയിടും ഞാൻ എന്റെ കണ്ണുകൾ കരങ്ങൾ ഉയർത്തി, കരങ്ങൾ ഉയർത്തി. വാനഭൂമി യഹോവയേ എൻ സഹായം. വാനഭൂമി അഖിലം വാഴൂ യഹോവയേ. എല്ലാവരും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു പാസ്റ്റർ പ്രിൻസ്. പാസ്റ്റർ വളരെ നന്ദിയുണ്ട്. ഇന്ന് രാവിലെ കാലം കടന്നു വരികയും വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ശാന്തമായി ശമൂവേലിന്റെ പുസ്തകത്തിൽ നിന്ന് നമ്മോട് സംസാരിപ്പാൻ കർത്താവിന്റെ ദാസനെ ഞങ്ങളുടെ പരമാർത്ഥ മനസ്സിനെ ഉണർത്തുവാൻ കർത്താവ് ഇന്ന് രാവിലെ കർത്താവിന്റെ ദാസനെ എടുത്തുപയോഗിച്ചനായി ഞങ്ങൾ ദൈവത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ഞാൻ സ്ക്രീനിൽ കുറച്ചുപേരെ കണ്ടോളെങ്കിലും എല്ലാവരെയും കാണുന്നില്ലെങ്കിലും ഐ നോ ഫോർ ഷുവർ മെനി ഓഫ് ദേ വെർ ഇൻ ടീയേഴ്സ്. ഇന്ന് രാത്രികാലം പലരും ഹല്ലേലൂയ. ഈ കൂട്ടത്തിൽ പാസ്റ്റേഴ്സിന്റെ മക്കളായി ജനിച്ച് ജീവിച്ച് ധാരാളം ആൾക്കാർ എനിക്ക് കാണാൻ സാധിക്കുന്നു. ഒരുപക്ഷെ അവരുടെ ഭാരങ്ങൾ ആരോടും പറയാൻ അവർക്ക് ഇടയായിട്ടില്ല. എനിക്കൊരു പാസ്റ്ററിന്റെ മകനായി ജനിപ്പാൻ കഴിഞ്ഞിട്ടില്ല. അതിനൊരു പക്ഷേ അവരുടെ ഭാരങ്ങൾ എനിക്ക് മനസ്സിലാകത്തില്ല. എന്നാൽ പാസ്റ്ററിന് രാവിലെ പറയുമ്പോൾ ഒരു പാസ്റ്ററിന്റെ മകൻ എന്ന നിലയിൽ പാസ്റ്റർ ഷെയർ ചെയ്ത വിഷയങ്ങൾ ഇറ്റ് ഡസ് ടച്ച് ദം. ഐ കൻ അണ്ടർസ്റ്റാൻഡ് അബൌട്ട് മൈ ചിൽഡ്രൻ. എന്റെ കുഞ്ഞുങ്ങളെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും, അവരുടെ ഭാരങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. ഐ നെവർ lived as a pastor's kid. എനിക്കതൊന്നും മനസ്സിലാകത്തില്ല പലപ്പോഴും. എന്നാൽ ഇന്ന് രാത്രി കാലം ദൈവത്തിന്റെ ആത്മാവ് വളരെ ശാന്തമായി അത് ഓർത്ത് വീണ്ടും അവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. പാസ്റ്റേഴ്സിന് വേണ്ടി മാത്രമല്ല, പേരൻസായി ഞങ്ങൾ അനേക കുടുംബങ്ങൾ, അനേക മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ ഓർത്ത് ആമേൻ ഭാരപ്പെട്ട് പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളുണ്ട്. അവരെല്ലാം ഇന്ന് രാത്രികാലം ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിപ്പാൻ ദൈവം നൽകിയ കൃപകൾക്കായി സ്തോത്രം. കർത്താവിന്റെ ദാസനോട് ദൈവസഭയുടെ നാമത്തിലുള്ള വിശേഷ നന്ദി അറിയിക്കുന്നു. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് രാത്രികാലം ഒരു ഫ്യൂ മിനിറ്റ്സ് കൊടുത്തിരണം. നമ്മുടെ മധ്യത്തിൽ ഒരു ചെറുപ്പക്കാരിയായ ഒരു കർത്താവിന്റെ ദാസിയുടെ മകളുണ്ട്, ഷാരോൺ. നമ്മുടെ സോമി സിസ്റ്ററിന്റെ അനിയത്തി സാലിയും ഹസ്ബൻഡ് മനോജ് അവര് പാസ്റ്റേഴ്സ് ആയിട്ട് ഹിമാചൽ പ്രദേശിൽ കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്നു. അവരുടെ ഏക മകള ഷാരോൺ ഇന്ന് രാത്രി നമ്മുടെ കൂടെ ഉണ്ട്. ഷാരോൺ ഒരു പാട്ട് പാടുന്നതായിരിക്കും. ഷാരോണിന്റെ കൂടെ അവിടെയുള്ള ഹിമാചലിലെ ഒരു കുഞ്ഞും ചേർന്നൊരു മലയാളം പാട്ടായിരുന്നു പാടാൻ ഉദ്ദേശിച്ചെങ്കിലും ഇത്രയും അതിരാവിലെ ആയതുകൊണ്ട് ആ കുഞ്ഞിന് വരുവാൻ കഴിഞ്ഞില്ല. അവിടുത്തെ നാട്ടുകാരിയാ, എന്നാൽ മലയാളം പാട്ടൊക്കെ പാടുകയും നന്നായി പാടുകയും ചെയ്യുന്ന ഒരു പെൺകുട്ടി കൂടെ ഉണ്ട്. ആ മോക്ക് വരുവാൻ സാധിച്ചില്ലെങ്കിലും ഈ പ്രിയ ഷാരോൺ നമുക്ക് വേണ്ടി ഒരു പാട്ട് കൂടെ പാടുന്നതായിരിക്കും. ദയവായിട്ട് ഒരു പാസ്റ്ററിന്റെ മകളല്ലയോ, നമുക്ക് ഒരുമിച്ചൊന്ന് കേട്ട് അമ്മേൻ ആ മകളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാം. കർത്താവ് നമ്മൾ ഒരുമിച്ച് അനുഗ്രഹിക്കുമാണ്. ഷാരോൺ, യെസ്. Hallelujah, praise the Lord everyone.
Christian greetings to all of you. I consider this opportunity as a privilege to worship the Lord God Almighty along with you. I also thank the pastor and the church for providing this opportunity to me. Thank you. Let's close our eyes and go into worship. Hallelujah. Thank you, Lord. Thank you, Jesus. Amen. गहरे प्यार से तूने प्यार किया, गहरे प्यार से तूने प्यार किया, माँ से गहरा है प्यार तेरा, हो माँ से गहरा है प्यार तेरा. നിത്യ സ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, നിത്യ സ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, അമ്മ ഏകിടും സ്നേഹത്തേക്കാൾ ലോകം നൽകിടും സ്നേഹത്തേക്കാൾ. तू धन्य है, सर्वशक्ति है, तेरे जैसा नहीं और कोई. तू धन्य है, सर्वश्रेष्ठी है, तेरे जैसा नहीं और कोई. हालेलुया, 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 हालेलुया. അങ്ങേ വിട്ടെങ്ങും പോകില്ല ഞാൻ, അങ്ങേ വിട്ടെങ്ങും പോകില്ല ഞാൻ, അങ്ങേയ്ക്കായി ഞാൻ ജീവിച്ചിടും. ഓ സ്വർഗ സാക്ഷിയായി ജീവിച്ചിടും. तुझे मैं कभी छोड़ूंगा नहीं, तुझे मैं कभी छोड़ूंगा नहीं, तेरे साथ ही साथ मैं चलूंगा, हो तेरे साथ ही साथ मैं चलूंगा. तू धन्य है, सर्वशक्ति है, तेरे जैसा नहीं और कोई. तू धन्य है, सर्वश्रेष्ठी है, तेरे जैसा नहीं और कोई. हालेलुया, 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 हालेलुया. നിത്യ സ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, നിത്യ സ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, അമ്മ ഏകിടും സ്നേഹത്തേക്കാൾ ലോകം നൽകിടും സ്നേഹത്തേക്കാൾ. गहरे प्यार से तूने प्यार किया, गहरे प्यार से तूने प्यार किया, माँ से गहरा है प्यार तेरा, हो माँ से गहरा है प्यार तेरा. Jesus loves me with everlasting love. Jesus loves me with everlasting
oh, like my mother ever loves me. Hallelujah, Jesus. No one loves us like you, my Jesus Christ. No one cares for us as like you do, my Jesus Christ. Hallelujah. There is no God like you, my Lord Jesus. Hallelujah. Let's praise his name. Amen. Hallelujah. We thank you, Jesus. Hallelujah. Amen. As the Bible says that you had not chosen me, but I had chosen you. Thank you, Jesus, for choosing us, for coming into our lives, my Lord. You changed our lives. We thank you, Jesus, for changing our lives, my Jesus Christ. Hallelujah. We are nothing, my Lord, but you are everything, my Lord. Thank you for your unconditional love. Thank you, Jesus, for your everlasting love, my Jesus Christ. Hallelujah. Today, Holy Spirit, touch each one of us in the mighty name of Jesus. The plan of Satan be broken in the name of Jesus. Hallelujah. As the Bible says, if we are walking through the valleys and if there are shadows all around, do not fear, for I am with you. Bible says 365 times that do not fear, for I am with you. Hallelujah. Each day, God tells us that do not fear, that I am with you. Thank you, Lord, for your promised words. Hallelujah. Jesus, even we thank for all the verses that you had given. Hallelujah. My Jesus, we thank you. Hallelujah. We are nothing, Lord. We are nothing without you, Jesus. Hallelujah. Thank you, Lord, for building us up, my Jesus Christ. Hallelujah. Amen. Dhanyavad Yeshu. Thank you, Lord. Hallelujah. हम गाए हो सना तू राजाओं का है राजा. Our Lord is kings of kings. Hallelujah. Let's worship his name together. Hallelujah. हम गाए हो सना तू राजाओं का है राजा. तेरी महिमा होवे सना. तू है प्रभु हमारा हमारे पिता. तूने हमसे इतना प्यार किया, हमें पापों से छुड़ाने को अपने बेटे को कुर्बान किया. Let's raise our hands and sing. प्यारे पिता, तूने हमसे इतना प्यार किया, हमें पापों से छुड़ाने को अपने बेटे को. Yeah, let's sing together. हम गाए हो सना तू राजाओं का है राजा. तेरी महिमा होवे सदा. तू है प्रभु हमारा खुदा. तू है प्रभु हमारा खुदा. तू है प्रभु हमारा पिता. Amen. Hallelujah. Jesus. Thank you, Jesus. Amen. Let's close Thank our you. eyes for. I'll pray for you all. Hallelujah. धन्यवाद करती हूँ परमेश्वर इस अच्छे समय के लिए. परमेश्वर हर एक मेंबर के लिए मेरे खुदावन. थैंक यू लॉर्ड. हालेलुया. इस फास्टिंग प्रेयर के लिए मेरे परमेश्वर. God bless them all, my Jesus Christ, for your mercy endures forever. Hallelujah. Thank you, Jesus, for each and everything that you had given us, my Lord. We thank you for this day that you provided us, my Jesus Christ. Hallelujah.
In the mighty name of Jesus, I ask. Amen. 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 Thank you, Sharon, for coming in our midst. God bless you. Thank you for your prayers. प्रभु आपको बहुत बहुत आशीष दे, प्रभु में आगे चलने के लिए, प्रभु के नाम को ऊंचा करने के लिए प्रभु आपकी सहायता करे। बोलो आप कौन सी क्लास में पढ़ते हो? I am in 10th standard. Okay, Mola. God bless you. Study hard and may the name of the Lord be glorified through you. Amen. God bless you. हमारा जय मसीह की अपने पापा और मम्मी को भी बोल देना। Okay, uncle. Okay, take care. God bless you. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. Before Pastor Joe's pastor, would you lead us in prayer and say the benediction? Pastor വാക്ക് പ്രാർത്ഥിച്ച് ആശീർവാദം കൂടെ പറയാമോ?